നാരായണാഖിലഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ സർവേശ്വര സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ. നമ്മൾ ദക്ഷയാഗം പറഞ്ഞാണ് നിർത്തിയത്. ദക്ഷയാഗത്തിൻ്റെ തുടർച്ചയായിട്ട് ഇനി വരുന്ന രണ്ട് വിശേഷപ്പെട്ട ചരിത്രങ്ങൾ ധ്രുവൻ്റെ ചരിത്രവും പൃഥുവിൻ്റെ ചരിത്രമാണ്. അത് വരാനുള്ള കാരണവും ഞാൻ പറഞ്ഞിരുന്നു, എന്തുകൊണ്ടാണ് അതങ്ങനെ വന്നതെന്ന്. നിത്യമായിട്ടുള്ള വസ്തുവിനെ അനാദരിച്ചാൽ ദക്ഷയാഗം, ആദരിച്ചാൽ ധ്രുവചരിത്രം. അത് കുറച്ചുകൂടെ ഉയർന്ന തലത്തിൽ, സമൂഹത്തിൻ്റെ തലത്തിൽ ആദരിച്ചാൽ പൃഥുവിൻ്റെ ചരിത്രം. ഈ വിധത്തിൽ വേണം മനസ്സിലാക്കാൻ. അതിനുശേഷം പ്രാചീന ബർഹസിൻ്റെ, പൃഥുവിൻ്റെ വംശത്തിൽ ജനിച്ച പ്രാചീന ബർഹസിൻ്റെ പുത്രന്മാരായിട്ടുള്ള പ്രചേതസ്സുകളുടെ കഥ വരും. അവർ രുദ്രഗീതം അവർക്ക് മഹാദേവൻ ഉപദേശിച്ചതും അവർ ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തിയതും. ഇന്ന് ഗുരുവായൂർ കൂത്തമ്പലം നിൽക്കുന്ന സ്ഥലത്താണ് പ്രചേതസ്സുകൾ തപസ് ചെയ്തതെന്നാണ് സങ്കല്പം. ആ തീർത്ഥാണ് രുദ്രഗീതം എന്ന്. അപ്പോൾ വളരെ വിശേഷമായിട്ടുള്ള ഭാഗങ്ങളാണ് ഇതിൽ തീർക്കാൻ പറ്റുന്നത് നോക്കാം. കാരണം ധ്രുവചരിത്രവും ശരിക്കും പൃഥുചരിത്രവും ഓടിച്ചു തീർക്കാൻ പറ്റുന്ന ഭാഗങ്ങളല്ല. കഥയുടെ വശങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ബോധ്യമുള്ളതാണ്, എനിക്കറിയാം. അതിൽ എന്താ പറയുക, തർക്കമൊന്നുമില്ല. എല്ലാവർക്കും ഇതിൻ്റെ കഥകൾ നന്നായിട്ടറിയാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഈ ദക്ഷൻ്റെ 16 കന്യകമാരുണ്ടായിരുന്നതിൽ 13 പേരെയും ധർമ്മത്തിനാണ് വിവാഹം കഴിച്ചു കൊടുത്തത്. ധർമ്മന് വിവാഹം കഴിച്ചു കൊടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ധർമ്മം ഉണ്ടായത് ബ്രഹ്മാവിൻ്റെ നെഞ്ചിൽ നിന്നാണ്, മുതുകത്തു നിന്നാണ് അധർമ്മം ഉണ്ടായത്. അധർമ്മം മൃഷ എന്നു പേരുള്ള കന്യകയെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞു. അവളുടെ ആ മൃഷ എന്നുള്ള പേരിൻ്റെ അർത്ഥം അസത്യമാണെന്ന് ഞാൻ പറഞ്ഞു. അധർമ്മം അസത്യത്തിനെ കല്യാണം കഴിക്കുള്ളൂ എപ്പോഴും. ഈ ദമ്പതികൾക്ക് മകനായിട്ട് ദമ്പം ഉണ്ടായി എന്നാണ്. ഡംബ്, അസത്യത്തിനും അധർമ്മത്തിനും എപ്പോഴും ഉണ്ടാകുന്ന മക്കൾ ഡംബായിരിക്കും. ആ ഡംബ് എന്നൊരു പുത്രനുണ്ടായി. ഒപ്പം തന്നെ മായ എന്നുള്ളൊരു പുത്രിയും ഉണ്ടായി. ഇതിൽ രസം എന്താണെന്ന് വെച്ചാൽ, ഈ ആങ്ങളെയും പെങ്ങളും തമ്മിൽ കല്യാണം കഴിക്കും. സംസ്കാരത്തിന് വിരുദ്ധമായിട്ടുള്ളതാണ് സംഭവിക്കേണ്ടത്. അതുകൊണ്ട് ഇൻസെസ്റ്റ് എന്ന് പറയും നമ്മളതിന് ഇംഗ്ലീഷിൽ. ഇൻസെസ്റ്റാണ് അവിടെ സംഭവിക്കുന്നത്. ഡംബിന് മായയെ കല്യാണം കഴിച്ച് അവർക്ക്, അത് ഡംബുള്ള സ്ഥലത്ത് മായ ഉണ്ടാവും. അതുകൊണ്ട് അവരെ വേർപിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവർ വിവാഹം ചെയ്തു എന്ന് സങ്കല്പം. ആ മനുഷ്യൻ്റെ സ്വഭാവ ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട് സമാധി ഭാഷയിൽ വ്യാസമഹർഷി എഴുതിയിട്ടുള്ളതാണിത്. നമുക്കിത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഡംബുള്ളവിടെ മായ ഉണ്ടാവും. ഇനി ഇവർക്ക് 2 മക്കളുണ്ടായി. ലോഭവും ഷഠത. ഷഠത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാശി, എല്ലാ കാര്യത്തിലും ദുർവാശി, ശഠിക്കുക, ആവശ്യമില്ലാത്ത കാര്യത്തിനൊക്കെ നിർബന്ധ ബുദ്ധി പിടിക്കുക. ലോഭം, പിശുക്ക്. പിശുക്കും ദുർവാശി നല്ല ചേർന്ന് പോകുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഇവർ 2 പേരും ഉണ്ടായി. അവരും തമ്മിൽ കല്യാണം കഴിച്ചു. ജനറ്റിക്കാണ്. അതായത് ഒരേ അച്ഛൻ്റെയും അമ്മയുടെയും മക്കൾ തന്നെ തമ്മിൽ വിവാഹം ചെയ്യുന്ന ഒരു സംസ്കാര വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യം. അവരുടെ മകനായിട്ടാണ് കലി ജനിക്കുന്നത്. കലി ലഹള എന്നാണ് ശരിക്കും കലിക്ക് അർത്ഥം. ശരിയായ ലഹള. ഞാൻ ഇന്നലെ പറഞ്ഞു, സൃഷ്ടിച്ചതിനൊക്കെ നശിപ്പിച്ച് കളയുന്ന സാധനമാണ് കലി. അപ്പം ആ കലിയുടെ ഒപ്പം തന്നെ ഒരു മകളും ജനിച്ചു. ദുരുക്തി, കുത്തിത്തിരിപ്പ്. എന്ത് പറഞ്ഞാലും തിരിച്ച് ചിന്തിക്കുക, നല്ലത് പറഞ്ഞു കൊടുത്താലും തിരിച്ച് ചിന്തിക്കുക, ആണ് ദുരുക്തി. എന്തിലും ഇപ്പോൾ നമ്മുടെ കാലഘട്ടത്തിൽ ഒന്നും വേണ്ട, വൈകുന്നേരത്തെ ന്യൂസ് ചാനലിലെ ചർച്ച കണ്ടാൽ മതി, ദുരുക്തി എന്താണെന്ന് മനസ്സിലാവും. ഒപ്പം കലിയും ഉണ്ടാവും കൂടെ, അല്ലേ? അപ്പോൾ ഈ കലിയും ദുരുക്തിയും ഉണ്ട്. അപ്പം ദുരുക്തിയെ കലി കല്യാണം കഴിച്ചു. നോക്കൂ, 3 തലമുറയായിട്ട് സഹോദരങ്ങൾ തമ്മിൽ കല്യാണം കഴിക്കുകയാണ്. ദുരുക്തിയിൽ കലിക്കുണ്ടായ 2 മക്കളാണ് ഭയവും മൃത്യുവും. മരണവും ഭയവും കലിയിലേതുണ്ടാവുള്ളൂ. അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, അധാർമികമായിട്ടുള്ള ജീവിതം നയിക്കുന്നവരുടെ വൃത്തി, മെൻ്റൽ ആക്ടിവിറ്റി അതപ്പതിച്ച് തലമുറകളിൽ കൂടെ അത് അതപ്പതിച്ച് അവസാനത്തെ പ്രോഡക്റ്റ് മൃത്യുവും അതിൻ്റെ അസോസിയേറ്റഡ് ആയിട്ടുള്ള ഭയമാണ്. ഇത് ഏറ്റവും കൂടുതൽ എപ്പോഴുണ്ടാവുക? ദേഹബോധത്തിൽ ജീവിക്കണവർക്കാണ് മരണഭയം ഉണ്ടാവുക. അതെത്തിക്കും. അങ്ങനെ ഭയവും മൃത്യുവും തമ്മിൽ കല്യാണം കഴിച്ചു. അതിൻ്റെ സംയോഗം കൊണ്ടാണ് അത്ര യാതന എന്ന് പറയുന്ന പുത്രി, നരകം എന്ന് പറയുന്ന പുത്രനുണ്ടായത്. ഇങ്ങനെ മൈത്രേയ മഹർഷി വിതുരർക്ക് ഇതിൻ്റെ ഘടന പറഞ്ഞു കൊടുക്കുകയാണ്. നോക്കൂ, ഇത് എവിടുന്ന പ്രോബ്ലം വരണത്. അപ്പോൾ ഈ അസത്യവും അധർമ്മത്തിൽ നിന്നുമാണ് ഇതിൻ്റെ മുഴുവൻ തുടക്കം. ഒരാൾ അസത്യത്തിനെ ചെയ്തുകൊണ്ടിരിക്കുകയും അധർമ്മത്തിനെ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്താൽ
ആത്യന്തികമായിട്ട് അത് വരും. ഇപ്പം ഫിറ്റ് ചെയ്യണ്ട കേട്ടോ, അഭി ഫിറ്റ് മത് കരണ. അപ്പം ഇങ്ങനെ മൈത്രേയൻ വിതുരർക്ക് അധർമ്മത്തിൻ്റെ വംശചരിത്രം, നമ്മൾ ഇത്ര നേരം ധർമ്മത്തിൻ്റെ വംശചരിത്രം കേട്ട്, അപ്പോൾ അധർമ്മം വിട്ടുകളയാൻ പറ്റില്ലല്ലോ, അധർമ്മത്തിൻ്റെ വംശചരിത്രവും പറയണം. നല്ലത് മാത്രം പറഞ്ഞാൽ പോരാ, നെഗറ്റീവ്സും കറക്റ്റായിട്ട് പറയാം. ഭഗവാൻ തന്നെയാണ് നമ്മുടെ ധർമ്മത്തിൽ, ഈ ബ്ലാക്കും വൈറ്റും ഇല്ല, എല്ലാം ഭഗവാനാണ്. അതിൻ്റെ ഏറ്റവും വലിയ നിദർശനമാണിത്. അപ്പോൾ അതിന് ശേഷമാണ് മൈത്രേയൻ സ്വയംഭുവ മനുവിൻ്റെ ചരിത്രം, ബാക്കിയുള്ള വംശത്തിൻ്റെ, എസ്പെഷ്യലി ഈ ആൺകുട്ടികളുടെ കാര്യം, അവരെക്കുറിച്ച് ഇത്ര നേരം വേണ്ടിയിട്ടില്ല. പെൺമക്കളുടെ കാര്യമാണ് ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അവരുടെ വംശാവലികൾ മുഴുവൻ പറഞ്ഞു. സ്ത്രീകൾക്ക് ലേഡീസ് ഫസ്റ്റ് എന്നുള്ള കണക്കിന് അത് കൊടുത്തു. ഇനിയാണ് ആൺമക്കളുടെ കാര്യം പറയാൻ പോകുന്നത്. അതിൽ പ്രിയവ്രതനും ഉത്താനപാദനും പേരുള്ള 2 ആൺമക്കളുണ്ടായിരുന്നു. അവരാണ് ശരിക്കും സെക്കൻഡ് ജനറേഷൻ മനുഷ്യർ. നമ്മൾ സാധാരണ പ്രിയവ്രതനെ എല്ലാവർക്കും അറിയാം, അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ തന്നെ അച്ഛാ ഞാൻ തപസ്സിന് പൊക്കോട്ടെ ചോദിച്ച മകനാണ്. പക്ഷെ നിർബന്ധിച്ച് രാജാവാക്കുക ചെയ്തു. അദ്ദേഹത്തെ കൂടെ അഗ്നിധരനും നാഭിയും തുടങ്ങിയിട്ടുള്ള വംശങ്ങളൊക്കെ വരുന്നത് ഋഷഭൻ്റെ ഒക്കെ ചരിത്രം വരുന്ന അതിലാണ്. പക്ഷേ ആ ചേട്ടനെ അവിടെ മാറ്റി നിർത്തിയിട്ട് ഉത്താനപാദൻ്റെ ചരിത്രമാണ് ആദ്യം പറയണത്. അതിനൊരു കാരണമുണ്ട്. ഉത്താനപാദനെ നമ്മൾ സാധാരണ നാടൻ ഭാഷ പറഞ്ഞാൽ പെൺകോന്തൻ എന്ന് പറയും. കാരണം ഹെൻപെക്ഡ് ഹസ്ബൻഡാണ് ശരിക്കും കഥയുടെ കണക്കിലെടുത്താൽ. പക്ഷേ അവിടെ അത് അവസാനിക്കുക പതിവ്. അതായത് സുരുചി എന്ന് പറയുന്ന ഭാര്യ ഒന്ന് കണ്ണുരുട്ടുമ്പോഴേക്കും പേടിച്ചിട്ട് കുട്ടിയെ മടിയിൽ നിന്ന് തള്ളി താഴെ ഇടുന്ന ഒരു ഭർത്താവ്, അല്ലെങ്കിൽ ഒരു അച്ഛൻ, അങ്ങനെയാണ് കാണുന്നത്. പക്ഷേ സമാധി ഭാഷയിൽ ആരാ ഉത്താനപാദനും ആരാ പ്രിയവ്രതം എന്ന് പറഞ്ഞാൽ ധ്രുവചരിത്രത്തിനെ ആസ്വദിക്കാൻ പറ്റുള്ളൂ. ഉത്താനപാദൻ ആരാ, പ്രിയവ്രതൻ ആരാന്ന് പറയണം. തൈത്തിരീയോപനിഷത്തിൽ നമ്മുടെ ശരീരത്തിന് 5 തൊണ്ടുകളുണ്ട് എന്ന് പറയുന്നുണ്ട്. നമ്മൾ ഈ കാണാവുന്ന ശരീരം ഭക്ഷണം കഴിച്ചുണ്ടായതാണ്. അതിനെ അന്നമയ കോശം എന്ന് പറയും. അതിൻ്റെ ഉള്ളിൽ ഓടുന്ന ജീവൻ ഓടുന്ന ഒരു ഷീത്ത് എന്ന് പറയും ഇംഗ്ലീഷിൽ, ഒരു തോട്, അതിനെ പ്രാണമയ കോശം എന്ന് പറയും. അതിൻ്റെ ഉള്ളിൽ മനോമയ കോശം വരും. ഈ മനോമയ കോശത്തിൻ്റെ അകത്ത് വരുന്ന 2 കോശങ്ങളുണ്ട്, വിജ്ഞാനമയ കോശം, ആനന്ദമയ കോശം. ഈ വിജ്ഞാനമയ കോശമാണ് നമ്മുടെ ഇൻ്റലക്റ്റിനെ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. നിശ്ചയദാർഢ്യം, കാര്യങ്ങൾ തീരുമാനമെടുക്കുക, അത് നടപ്പിൽ വരുത്തുക, ഉപായങ്ങൾ കണ്ടെത്തുക, ഇതൊക്കെ ചെയ്യണത് ഈ വിജ്ഞാനമയ കോശമാണ്. അതിൻ്റെയും അകത്തൊരാളുണ്ട് ആനന്ദമയ കോശം. അവിടെ ശുദ്ധമായ ആനന്ദം മാത്രമാണ്. കാരണം അവിടെ ആത്മവസ്തു മാത്രമേ ഉള്ളൂ. അവിടെ ശരീരം, ഭക്ഷണം, മനസ്സ് ഇതൊന്നും ബാധിക്കുന്നില്ല. ഈ ആനന്ദമയ കോശത്തിനെ തൈത്തിരീയോപനിഷത്തിൽ പ്രിയം എന്നാണ് വിളിക്കുന്നത്. പ്രിയവ്രതൻ ആനന്ദമയ കോശ, ഉത്താനപാദൻ വിജ്ഞാനമയ കോശം. അതായത് ഇൻ്റലക്റ്റാണ്, ചിന്തിക്കുന്ന, തീരുമാനങ്ങൾ എടുക്കണം. അതുകൊണ്ടാണ് നിശ്ചയദാർഢ്യമുള്ളവൻ എന്നുള്ള അർത്ഥത്തിലുള്ള ധ്രുവൻ എന്ന് പറഞ്ഞാൽ വൺ ഹു ഈസ് റെസല്യൂട്ട്, ഡിറ്റർമിൻഡ്, വൺ ഹു ഈസ് സ്റ്റെഡ് ഫാസ്റ്റ്, അനങ്ങാണ്ട നിന്നിട്ട് ഒരു കാര്യം തീരുമാനിച്ചാൽ അനങ്ങാണ്ട നിൽക്കണമെന്നാണ് ധ്രുവൻ്റെ അർത്ഥം. ഡയറക്ഷൻ കാണിക്കണമെന്നും അർത്ഥമുണ്ട്. ഇൻ്റലക്റ്റിന്നേ അതുണ്ടാവുള്ളൂ. അതുകൊണ്ട് ഉത്താനപാദൻ്റെ പുത്രൻ ധ്രുവനായി. ഈ ഉത്താനപാദനെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ, ഉത്താനപാദന് സുനീതി എന്നും സുരുചി എന്നും പറഞ്ഞിട്ട് 2 ഭാര്യമാരെന്നാണ് പറയണം. ഈ സുനീതി ആരാ? ഇൻ്റലക്ച്വൽ പവറാണ് വിജ്ഞാനമയ കോശം എന്നുണ്ടെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഫോഴ്സ്. അതുകൊണ്ടാണ് 1ാമത്തെ ഭാര്യ സുനീതിയാവുന്നത്. 1ാമത്തെ ഭാര്യ സുനീതി, പ്രഥമ പത്നി, പട്ടമഹിഷി ശരിക്കും സുനീതിയാണ്. ആ സുനീതി നിത്യവസ്തുവിനെ തിരിച്ചറിയാനുള്ള ബുദ്ധിയുടെ ശക്തിയാണ്. ബ്രഹ്മത്തെ തിരിച്ചറിയാൻ നമുക്കൊക്കെ കഴിവുണ്ട്. പക്ഷേ സുനീതിയെ ഉത്താനപാദം നെഗ്ലക്റ്റ് ചെയ്ത പോലെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്തിട്ടിരിക്കുക. അവളാണ് ശക്തി നമ്മുടെ. പട്ടമഹിഷി അവളാണ് ആ ബുദ്ധിയുടെ. പക്ഷേ അവളെ 2ാം കടയായിട്ടാണ് വെച്ചിരിക്കുന്നത്. അവളെ തിരിഞ്ഞു നോക്കില്ല. അവൾ ബോറിങ്ങാണ്. അവൾ ഒരു റൊമാൻറ്റിക് അല്ല, വളരെ ബോറിങ്ങാണ്. അവൾ എപ്പോഴും ബ്രഹ്മത്തിനെ തിരിച്ചറിയാൻ വേണ്ടി മാത്രമുള്ള ചിന്തയുടെ ആളാണ് സുനീതി. നേരെ മറിച്ച് സുരുചി അങ്ങനെയല്ല. അവൾ വെറൈറ്റിയുള്ള ആളാണ്. ഭേദബുദ്ധിയുടെ രാജ്ഞിയാണ് അവൾ. ആ ഭേദത്തിൽ കൂടെ എന്താ പറയുക, എന്തൊക്കെ സുഖസൗകര്യങ്ങളെ എടുക്കാൻ പറ്റുമോ ബുദ്ധിയുടെ ആ വശമാണ്. ഓട്ടോമാറ്റിക്കലി ശരീരബോധത്തിലിരിക്കണ ഒരു വ്യക്തിയുടെ ബുദ്ധി ആരോട് അട്രാക്റ്റഡ് ആയിരിക്കുക കൂടുതൽ? സുനീതിയോടോ സുരുചിയോടോ? സുരുചിയോട്. അതുകൊണ്ട് സുരുചിയോടാണ് കൂടുതൽ അദ്ദേഹത്തിന് സ്നേഹം ഉണ്ടായിരുന്നതെന്ന് വരും. വിജ്ഞാനമയ കോശത്തിൻ്റെ ഒരു സ്വഭാവമാണത്. അതായത് ഈവൻ ഉപാസനയെ പോലും ഇത് സംഭവിക്കും. ഇതിപ്പോൾ നമ്മൾ സാധാരണക്കാരൻ മാത്രമല്ല, കുറച്ച് ഹയറായിട്ടുള്ള ഉപാസനകൾ ചെയ്യണവരാണെങ്കിലും ഈ വിജ്ഞാനമയ കോശത്തിലാണ് യോഗവിദ്യ വരിക. യോഗസിദ്ധികൾക്ക് വേണ്ടി ആഗ്രഹിച്ചിട്ട് യോഗം ചെയ്യണവരുണ്ട്. അതായത് എനിക്ക് വള്ളത്തിൽ നടക്കണം,
അന്തരീക്ഷത്തിൽ നിന്ന് അത് ഉണ്ടാക്കണം 10 പേരെ പേടിപ്പിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ അപ്രത്യക്ഷനാവണം, ശരീരം വിട്ടതിന് ശേഷം കാലങ്ങളോളം സഞ്ചരിക്കാനും ജീവിക്കാനും സാധിക്കണം. ഇതൊക്കെ സിദ്ധികളാണ്. ഈ സിദ്ധിക്ക് വേണ്ടി പ്രയത്നിക്കുന്ന ആൾക്കാർക്കും സുരുചിയാണ് ഇഷ്ടം. അവിടെയാണ് ഇതിൻ്റെ പണി വരുന്നത്. അതുകൊണ്ട് നമ്മൾ സാധാരണക്കാരുടെ അവസ്ഥ മാത്രമല്ല, ഉപാസകരെ എന്ന് പറയുന്ന വ്യക്തികളിലും ഏറ്റവും അപകടം, യോഗസിദ്ധിയിൽ താല്പര്യമുള്ളവരാണെങ്കിലും സുരുചിയെ ഇഷ്ടപ്പെടുള്ളൂ. എന്താണെങ്കിലും ഉത്ഥാനപാദൻ എന്ന് പറഞ്ഞ വിജ്ഞാനമയ കോശത്തിന് ബ്രഹ്മബോധത്തിലേക്കുള്ള നമ്മുടെ താല്പര്യമുണ്ടാക്കുന്ന ബുദ്ധിയുടെ രൂപമായിട്ടുള്ള സുനീതിയിൽ ഉണ്ടായ മകനാണ് നിശ്ചയദാർഢ്യം എന്നുള്ള ധ്രുവൻ. ഈ ധ്രുവൻ വാസ്തവത്തിൽ ഈ രണ്ടിൻ്റെയും ഒരു അമാൽഗമേഷനാണ്. അതായത് ബ്രഹ്മത്തിലേക്ക് ചെല്ലാനുള്ള നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ധ്രുവൻ ശരിക്കും. ആ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ ബുദ്ധിയുടെ അംഗീകാരത്തിന് വേണ്ടിയിട്ട് മടി കയറിയിരിക്കുമ്പോൾ ബുദ്ധി ആദ്യം കൊള്ളാം, നമുക്ക് ബ്രഹ്മബോധം ആവശ്യമാണ് എന്ന് പറയുമ്പോഴാണ് രണ്ടാം ഭാര്യ ഇങ്ങനെ നോക്കണു, സുരുചി ഇങ്ങനെ നോക്കണതാണ്. ലൗകികം നമ്മളെ നോക്കുമ്പോൾ അതിനെ താട്ടി താഴെയിടും, ഇറങ്ങ എന്ന് പറഞ്ഞിട്ട് ഇറക്കി വിടും. ഇത് ഈ കൊച്ചുകുട്ടിയായിട്ടുള്ള ധ്രുവൻ്റെ മനസ്സിൽ നമുക്ക് കഥാപാത്രത്തിലേക്ക് വരാം. കൊച്ചുകുട്ടിയല്ലേ, 5 വയസ്സല്ലേ പ്രായമുള്ളൂ, മനസ്സിലങ്ങോട്ട് കൊണ്ടുപോകും. അനിയനെ മടിയിൽ ഉത്തമനെ മടിയിൽ ഇരുത്തിയിരിക്കുന്നത് കണ്ടതുകൊണ്ടാണ്. ഈ ഉത്തമൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ, ഉത്തമൻ ഈ ലൗകികതയിൽ അഭിരമിച്ച ബുദ്ധിയുടെ പ്രോഡക്റ്റാണ്. അതുകൊണ്ടാണ് അവൻ അല്പായുസമാണ്. അവനെ ഒരു യക്ഷം കൊല്ലും ഇനി കുറച്ച് കൊല്ലം കഴിയുമ്പോൾ. അവനെ മടിയിലിരുത്തി ലാളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ധ്രുവൻ കയറി അനിയനെ ഇരുത്തിയിരിക്കണുണ്ടോ എന്നാൽ എനിക്കും ഇരിക്കണം പറഞ്ഞിട്ട് കയറിയിരിക്കുക. ആ കയറിയിരിക്കാൻ നോക്കുമ്പോൾ തട്ടി താഴെയിടുക. ശരിക്ക് കർദമനെ പോലെ ആയിരുന്നെങ്കിൽ ഇതിനെ ഇരുത്തും, ഭോഗവും വേണം മോക്ഷവും വേണം. അതാണ് ശരിക്കും എടുക്കേണ്ട പാത്ത്. നമ്മൾ ഗൃഹസ്ഥർക്കുള്ള പാത്ത് അതാണ്, രണ്ടും വേണം. പക്ഷെ ഇവിടെ ഇതിനെ തട്ടി താഴെയിട്ടിട്ട് ഭൗതികത മതി എന്ന് പറയും. ഒരു കൊച്ചുകുട്ടി ചെറുപ്പത്തിലിരുന്ന് നാമം ജപിക്കാൻ തുടങ്ങണ സമയത്ത് പറഞ്ഞിട്ട് ഈ പ്രായത്തിൽ അതൊക്കെ ചെയ്യുക, അപ്പോൾ പോയി കളിക്ക്, അല്ലെങ്കിൽ പോയി സിനിമ കാണുമെന്ന് പറഞ്ഞേക്കും. എന്നിട്ട് അവൻ ഒരു 17 വയസ്സാകുമ്പോൾ കഞ്ചാവടിച്ച് നടക്കുമ്പോൾ ഗുരുവായൂർ പോയിട്ട് പ്രാർത്ഥിക്കും, ഭഗവാനെ അവന് നല്ല ബുദ്ധി കൊടുക്കണേ. ഇത് ചെയ്യണവരാണ് നമ്മുടെ ചുറ്റും. ഇതാണ് നടക്കുന്നത്. അപ്പം ധ്രുവൻ വളരെ സങ്കടത്തോട് കൂടിയിട്ട് സ്വന്തം അമ്മയായിട്ടുള്ള സുനീതിയുടെ അടുത്ത് ചെന്നിട്ട് കരയാൻ തുടങ്ങി. അപ്പോൾ സുനീതി പറഞ്ഞു, മോനെ അന്യരുടെ ദോഷം കാണുന്നത് ശരിയല്ല. നോക്കൂ, അമ്മ പറഞ്ഞു കൊടുക്കണം. ആ ബുദ്ധിയുടെ സ്വഭാവം അതാണ്. അന്യരുടെ ദോഷം കാണുന്നത് എല്ലാം ബ്രഹ്മവസ്തുവാണ്, അതുകൊണ്ട് അതിൽ ദോഷം കാണരുത്. നിനക്ക് സിംഹാസനം വേണമെന്നുണ്ടെങ്കിൽ സുരുചി അമ്മ പറഞ്ഞു. എന്താ പറഞ്ഞത്? എന്ത് പറഞ്ഞിട്ട് ഇറക്കി വിട്ട്, അവിടെ നിൻ്റെ അച്ഛൻ്റെ മടിയിലിരിക്കണമെങ്കിൽ നീ എൻ്റെ മകനായിട്ട് ജനിക്കണം. അതായത് ലൗകികത്തിൽ നിശ്ചയദാർഢ്യത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിനക്ക് വിജ്ഞാനമയ കോശത്തിൻ്റെ സഹായം കിട്ടും, അല്ലെങ്കിൽ നിനക്ക് കിട്ടില്ല എന്ന്. നീ ബ്രഹ്മത്തിൻ്റെ വഴിക്ക് നീ പോകണമെന്നുണ്ടെങ്കിൽ നിനക്ക് ഈശ്വര സാക്ഷാത്കാരത്തിന് ഈ ബുദ്ധി ഉപയോഗിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതിൻ്റെ ഒരു ഫാക്കൽറ്റീസും അതിൻ്റെ സ്വത്തവകാശം പോലും നിനക്കില്ല. നീ അങ്ങനെ വേണമെങ്കിൽ നീ എൻ്റെ മകനായിട്ട് ജനിക്കണം. അങ്ങനെ എൻ്റെ മകനായിട്ട് ജനിക്കണമെങ്കിൽ നീ നാരായണനെ തപസ് ചെയ്യണം. അങ്ങനെ അബദ്ധത്തിലാണെങ്കിലും സന്മാർഗം ഉപദേശിച്ചു കൊടുത്താണെന്ന് സുരുചി. അബദ്ധത്തിൽ പറഞ്ഞതാ, പക്ഷേ അത് കുട്ടിയുടെ മനസ്സിൽ കിടന്നു. അമ്മയോട് ചോദിച്ചിട്ട് ആദ്യം ചോദിക്കുന്നതാണ് സുനീതിയുടെ അടുത്ത്, അമ്മ ആരായി നാരായണൻ? ചെറിയമ്മ പറഞ്ഞു, നാരായണനെ ഭജിച്ചിട്ട് ആ അമ്മയുടെ വയറ്റിൽ ജനിച്ചാലേ എനിക്ക് അച്ഛൻ്റെ മടിയിൽ ഇരിക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ സുനീതി പറഞ്ഞു കൊടുക്കുകയാണ്, അവൾ പറഞ്ഞത് സത്യമാണ്. നിനക്ക് സിംഹാസനം വേണമെങ്കിൽ അച്ഛൻ്റെ മടിയിലിരിക്കണമെങ്കിൽ ഉത്തമമായ മാർഗം നീ ഭഗവാനെ ആശ്രയിക്കുക എന്നുള്ളതാണെന്ന് പറഞ്ഞു. ഇപ്പം നീ പോയി കളിക്കുകയെന്ന് പറഞ്ഞു. കുട്ടി കളിക്കാനൊന്നുമല്ല പോയത്, കുട്ടി ഇറങ്ങി കളിസ്ഥലത്ത് നിന്നു. പിന്നെ അവിടെ നിന്ന് നടന്നു, കോട്ടവാല് കടന്നു, പുറത്തേക്ക് പോയി. അമ്മ പോലും അറിഞ്ഞില്ല കുട്ടി വീട് വിട്ടു പോയത്. കുട്ടി ഇറങ്ങി നടക്കുക, വഴി കൂടെ കാണുന്നിടത്തേക്ക് നാരായണൻ എവിടെയാണെന്ന് ചോദിക്കുന്നത്. അങ്ങനെ നാരായണനെ അന്വേഷിച്ചിട്ട് ആ ധ്രുവൻ്റെ യാത്രയാണ്. അപ്പം നിശ്ചയദാർഢ്യത്തോട് കൂടിയിട്ട് ഒരുവൻ ബ്രഹ്മത്തെ അന്വേഷിച്ച് ഇറങ്ങി പുറപ്പെട്ട ആര് സഹായിക്കാൻ വരും? സാക്ഷി സഹായിക്കാൻ വരും. നാരദൻ അവിടെ വരും. ആ സാക്ഷി ആദ്യം വന്നിട്ട് എന്താ പറയണത്? നീ ഇപ്പോൾ കുട്ടിയല്ലേ, പ്രായമായിട്ടില്ല, തിരിച്ചു പോകൂ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കും. അതൊരു പരീക്ഷണമാണ്. അത് ധ്രുവൻ്റെ ആ സ്റ്റെഡ് ഫാസ്റ്റ്നെസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. യോഗസാധനകൾ ചെയ്തിട്ട് എത്രയോ പേര് കഷ്ടപ്പെട്ടിട്ട് ആരാധിക്കുന്നു, അവർക്കൊന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് ധ്രുവ നീ തിരിച്ചു പോ, യു ജസ്റ്റ് ഗോ ബാക്ക്. നിനക്ക് ഈ ആശ്രമം അതിൻ്റെ ക്രമാനുക്രമമായിട്ട് നീ അനുഷ്ഠിച്ചു ആശ്രമങ്ങളെ, അന്ന് നിനക്ക് കിട്ടും. കുട്ടി കേൾക്കുന്നില്ല. പറയുക, മഹർഷേ എൻ്റെ മനസ്സ് മുറിഞ്ഞു കഴിഞ്ഞു, ഞാൻ ക്ഷത്രിയനാണ്. 5 വയസ്സുള്ള കുട്ടി പറയുന്നത്, ക്ഷത്രിയൻ അഭിമാനബോധം എന്ന് പറഞ്ഞാൽ അത്ര അധികമാണ്. എൻ്റെ അച്ഛൻ്റെ മടിയിൽ നിന്ന് ഇറക്കി വിട്ട് എന്നെ, എനിക്ക് അവിടെ തിരിച്ചിരിക്കണം. അതിനാരെ കണ്ടിട്ടാണെന്ന് വെച്ചപ്പോൾ നാരായണനാണെന്ന് ഇത് ഇറക്കി വിട്ട ആളെന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ആ നാരായണനെ കണ്ടുപിടിച്ചേ പറ്റൂ. അത് കേൾക്കുമ്പോൾ നാരദനറിയാമല്ലോ. ഞാൻ പറഞ്ഞു, എപ്പോഴും ഏത് മഹാത്മാക്കളെയും വാർക്കുന്നതിൽ നാരദ മഹർഷിയുടെ കൈ കാണാം. കാരണം സാക്ഷിയെ തിരിച്ചറിയുന്നവനെ വളരുള്ളൂ.
സാക്ഷിയുടെ സഹായം ഇല്ലാണ്ട് വളരാൻ പറ്റില്ല. പ്രപഞ്ച സാക്ഷിയുടെ നാരദൻ. അപ്പോൾ ധ്രുവൻ ഈ തിരിച്ച് എന്താ പറയുക, അതിൽ ചില വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ലോക നന്മയ്ക്ക് വേണ്ടി വീണയേന്തിയിട്ട് ത്രിലോകങ്ങളിൽ അവിടുന്ന് സഞ്ചരിക്കണ്ടേ. ഈ ത്രിലോകം എന്ന് പറയുന്നതിന് പോലും സമാധി ഭാഷയിൽ ശരിക്കും പറഞ്ഞാൽ അർത്ഥമുണ്ട്. മനസ്സ്, പ്രാണൻ, ശരീരം, ഇതാണ് ത്രിലോകങ്ങൾ. ഇത് മൂന്നിലും ഒരേ സമയം സഞ്ചരിക്കുന്നത് സാക്ഷി മാത്രമാണ്. സാക്ഷിഭാവം മനസ്സിലുണ്ട്, പ്രാണനിലുണ്ട്, ശരീരത്തിലുണ്ട്. നമുക്കറിയില്ല നമ്മുടെ കാലിൽ എവിടെ വേനാന്ന്. നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിച്ചാൽ ആരോ എപ്പോഴും നമ്മളെ അവെയറാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ അതിനെയും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കാല് നീട്ടാൻ പറ്റാതെയാണെങ്കിൽ ആ ഗ്യാപ്പ് ഇല്ലാത്ത സ്ഥലത്ത് കാല് വെച്ചിട്ടിരിക്കുന്നത്, അല്ലേ? കാല് നീട്ടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റില്ല. സാക്ഷിക്ക് അറിയാം, സാക്ഷി അത് അറിയിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളെ. അപ്പം നാരദൻ ധ്രുവൻ്റെ അടുത്ത് പറയുക, ഉണ്ണി, അമ്മ നിൻ്റെ അടുത്ത് ഹരിയെ ഭജിക്കാൻ പറഞ്ഞത് ശരിയാണ്, പക്ഷേ അതിന് ഒരുപാട് കടമ്പകളുണ്ട്. എന്നാലും ഞാൻ നിന്നെ സഹായിക്കാം. ഭഗവാനെ മഹാവിഷ്ണു എന്ന രൂപത്തിൽ ശ്രദ്ധിക്കണം. നമ്മളിന്ന് തലങ്ങും വിലങ്ങും മാറി മാറി മാറിയ വാക്കുകൾ ഉപയോഗിക്കുക. കൃഷ്ണൻ എന്ന് പറയും, ഇടയ്ക്ക് നാരായണൻ എന്ന് പറയും, ഇടയ്ക്ക് വിഷ്ണു എന്ന് പറയും, ഇടയ്ക്ക് അച്യുതൻ എന്ന് പറയും, ഹരി എന്ന് പറയും. ഓരോ പേരിലുള്ള ഭഗവാന്റെ ഭാവത്തിന് തനതായ സ്വഭാവങ്ങളുണ്ട്. ഇവിടെ പറയണ വാക്ക് കറക്റ്റ് വാക്കാം. മഹാവിഷ്ണുവിനെ നീ ഭജിക്കുക എന്നാണ് പറഞ്ഞത്. അതിന് കാരണം പറയും, ഏകാഗ്രതയോടെ ഭജിക്കുക. കാരണം ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം ഇതൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഭഗവാന്റെ പാദസേവ പരമമായിട്ടുള്ള സാധനമാണ്. ഒരു തെറ്റും പറയാനില്ല. ആഗ്രഹിക്കണം, ചോദിക്കരുതെന്നാണ് പഠിപ്പിക്കാറ് നമ്മളെ പലരും. അങ്ങനെയല്ല, അത് നമ്മുടെ അച്ഛനും അമ്മയാണ്. ആ ആളോടല്ലാതെ വേറെ ആരോടാ ചോദിക്കാൻ പോയിട്ട്. പക്ഷേ ആ ചോദിക്കുമ്പോൾ അത് ചോദിക്കണതിനൊരു രീതിയുണ്ട്. എനിക്ക് അർഹതയുണ്ടെങ്കിൽ തരണേന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ കർമ്മം എന്താണെന്ന് എനിക്കറിയില്ല. എന്താ എനിക്ക് കിട്ടേണ്ടത് കിട്ടുന്നതെന്ന് തടസ്സപ്പെടുത്തണമെന്ന് എനിക്കറിയില്ല. ഭഗവാനെ അത് അങ്ങേക്കേ അറിയുള്ളൂ. എനിക്ക് ഈ ആഗ്രഹമുണ്ട്, ഇതിനെനിക്ക് അർഹതയുണ്ടെങ്കിൽ നടത്തി തരണം. ഇനി നടത്തി തന്നില്ലെങ്കിലും അത് അനുഗ്രഹമായിട്ട് കണ്ടോളണം. കാരണം ആ നടന്നിരുന്നെങ്കിൽ ചിലപ്പോൾ വേറെ പണി അപ്പുറത്ത് കുറച്ച് കാലം കഴിഞ്ഞാൽ വരും. ഇപ്പോൾ പുത്രകാമേഷ്ടി നടത്തി മക്കളുണ്ടാവും. കുറച്ച് കൊല്ലം കഴിഞ്ഞാൽ കുട്ടികൾ ജലത്തിൽ വീണോ അഗ്നിയിൽ വീണോ ആക്സിഡൻ്റ് ആയിട്ടോ മരിച്ചും പോവും. അപ്പം ഇല്ലാതിരുന്നതിനേക്കാളും വലിയ ദുഃഖം വന്നു ഭവിച്ചില്ലേ? ചിത്രകേതുവിൻ്റെ കഥ വരുമ്പോഴും ഇത് വരാറുണ്ട്. അപ്പോൾ ഇവിടെ ഭഗവാനെ എങ്ങനെ ധ്യാനിക്കണം പറയുന്നു. ഭഗവാന്റെ ലീലോദ്യാനമായിട്ടുള്ള, ഭഗവാൻ വന്ന് വിളയാടുന്ന സ്ഥലം, ഭഗവാനും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളുണ്ട് ഭൂമിയിൽ. ആ ഭൂമിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലൊന്ന് മധുവനം എന്ന് പേരോട് കൂടിയിട്ട് യമുനയുടെ തീരത്തൊരു കാടുണ്ട്. നീ അവിടേക്ക് ചെല്ലുക പറയും. ഈ മധുവനാണ് ലവണാസുരനെ കൊന്ന് ശത്രുഘ്നൻ വെട്ടിത്തെളിച്ചിട്ട് അവിടെ മധുരാപുരി സ്ഥാപിച്ചതും ഭഗവാൻ ജനിച്ചതും. ആ മധുവനത്തിലാണ് ധ്രുവൻ്റെയും തപസ്. അന്ന് അതിനെ മധുവനം എന്നാണ് പറഞ്ഞിരുന്നത്. ആ മധുവനത്തിലേക്ക് പറഞ്ഞേക്കാണ്. അവിടെ ചെന്നിട്ട് പ്രാണായാമങ്ങൾ കൊണ്ടും മനസ്സിനെ, ഇന്ദ്രിയങ്ങളെ പരിശുദ്ധാക്കിയിട്ട് ഭഗവാന്റെ ധ്യാനം നടത്തണമെന്ന് ഭാഗവതം ചുരുക്കിയാ പറയണം. എനിക്ക് തോന്നുന്നത് ശ്വാസക്രിയയൊക്കെ ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ടാവും. നാരദ മഹർഷി കുട്ടിയെ അവിടെ ഇരുത്തി വിസ്തരിച്ച് പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ രൂപമൊക്കെ പറയും. എപ്പോഴും ദയ ഇങ്ങനെ വഴിഞ്ഞൊഴുകണ മുഖമാണെന്ന് ഭഗവാന്റെ. നമ്മളതിനെ കരുണ എന്ന് പറയും. അവിടെ ദയാലു എന്നാണ് പറയണത്. സദാ പ്രസന്നൻ, ദുഃഖത്തിൻ്റെ ലാഞ്ചന ഭഗവാന്റെ മുഖത്ത് കാണില്ല. 4 കൈകളിൽ ശംഖ്, ചക്രത്താ നോക്കുന്നത്. ഈ കയ്യിൽ ചക്രം ഉണ്ടാവും, ഈ കയ്യിൽ ശംഖ് ഉണ്ടാവും. അങ്ങനെ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കണ മാതിരി നാരദൊക്കെ പഠിപ്പിച്ചു കൊടുത്തു. ഇങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് പറയും, മഞ്ഞ പട്ട ഉടുക്കുക, ഇങ്ങനൊരു രൂപം ഉണ്ടെങ്കിലും ആ രൂപത്തിൽ മാത്രമാണ് ഇരിക്കണം നീ വിചാരിക്കരുത്. നമ്മളിലൊക്കെ എല്ലായിടത്തും ഈ കാണായ മരങ്ങളിലും ചെടികളിലും സകല ചരാചരങ്ങളിലും നിൻ്റെ അച്ഛനിലും അമ്മയിലും ഒക്കെ ആ ഭഗവാനാണ് ഇരിക്കണമെന്ന് പറഞ്ഞിട്ട് ആ സർവന്തര്യാമിത്വം പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് പറയും, ഇങ്ങനെ നീ ധ്യാനിച്ചാൽ നിനക്ക് ഭഗവാനെ കാണാൻ സാധിക്കും. ഒരു കുട്ടിയോടാണ് പറയണത്, നിഷ്കളങ്കനായൊരു കുട്ടിയോട്. ഇന്നത്തെ ഗെയിം കളിക്കുന്ന കുട്ടിയോടല്ല, കളങ്കം ജനിക്കുമ്പോൾ തന്നെ വരണ കുട്ടിയോടല്ലാതെ പറഞ്ഞു കൊടുക്കണം, നിഷ്കളങ്കനായൊരു കുട്ടിയോട്. അപ്പം മനസ്സിലേക്ക് അതങ്ങനെ എടുക്കണേ. എന്നിട്ട് ജപിക്കാനായിട്ട് അന്നത്തെ കാലത്ത് പരമരഹസ്യമായിട്ടൊരു മന്ത്രം, ഇന്ന് രഹസ്യമല്ല, ദ്വാദശാക്ഷരം, ഓം നമോ ഭഗവതേ വാസുദേവായ. അതിൻ്റെ ധ്യാനം തന്നെ ഭയങ്കര രസമാണ്. വിദ്യുച്ഛന്ദ്രനിപം ബബു എന്ന് പറഞ്ഞാൽ തുടങ്ങുക. അതായത് ഇലക്ട്രിക് മൂൺ പോലെ എന്നാണ് ഭഗവാന്റെ ശരീരത്തിനെ പറയണത്. വിദ്യുച്ഛന്ദ്രനിപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് മൂൺ. അത്ര മനോഹരമായിട്ടൊരു ധ്യാനമാണ്. മഹാലക്ഷ്മിയെ മടിയിലിരുത്തിയിട്ടുള്ള ധ്യാനം. അത് ആ മന്ത്രം 7 ദിവസം ജപിച്ചാൽ തന്നെ ഏകാഗ്രതയോടെ നിരന്തരമായിട്ട്, അതായത് കുറച്ചു നേരം കിടന്നുറങ്ങി കുളിച്ച് അങ്ങനെയല്ല, കണ്ടിന്യൂസ് ആയിട്ട് 7x24 ജപിച്ചു കഴിഞ്ഞാൽ സിദ്ധചാരണ ഗന്ധർവന്മാരുടെയൊക്കെ ഗണങ്ങളുടെയൊക്കെ ദർശനം ഉണ്ടാവുന്നു. അതാണ് ആദ്യത്തെ ഫലം. ഇങ്ങനെ പടിയായിട്ട് ഓരോ തലത്തിലും കണ്ട് അത് പരിപക്വമാകുമ്പോൾ, കർമ്മം നശിക്കുമ്പോൾ ഭഗവാനെ കാണാൻ പറ്റും എന്ന് പറഞ്ഞു കൊടുക്കും. ധ്രുവന് കൊടുക്കണ ഉപദേശത്തിനെ പോലെ ഇത്ര ശുദ്ധമായിട്ടൊരു ഉപദേശത്തിനെ ഭാഗവതത്തിൽ വേറെ എവിടെയും മഷിട്ട് നോക്കിയാൽ കാണാൻ പറ്റില്ല. ധ്രുവൻ ഭഗവാനെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടല്ല തപസ് ചെയ്തു. ധ്രുവൻ തപസ് ചെയ്തത് അച്ഛൻ്റെ മടിയിലിരിക്കാനും സിംഹാസനത്തിനും വേണ്ടി തന്നെയായിരുന്നു. പക്ഷേ ബോധമുണ്ട് താനും. എന്താണെങ്കിലും ഈ
ഭഗവാന്റെ മാർഗത്തിലെത്തിയിട്ടും ലൗകികമായിട്ടുള്ള ആഗ്രഹം വിടാതെ ഇരിക്കുന്നത് ധ്രുവനിൽ ഒന്ന് സൂചിപ്പിച്ചേ പോകുന്നുള്ളൂ. നാളെ ജഡഭരതൻ്റെ കഥ വരുമ്പോൾ ഭരതൻ്റെ ചരിത്രത്തിൽ എത്ര ബ്രഹ്മജ്ഞാനത്തിൻ്റെ മാർഗത്തിൽ പോയാലും ബന്ധനം വന്ന പണി കിട്ടും എന്നുള്ളത് വൃത്തിയായിട്ട് നാളെ പറയും. അപ്പോൾ ധ്രുവൻ്റെ കഥ അവിടെ കണക്റ്റഡാണ്. ധ്രുവൻ്റെ കഥ പഠിക്കുന്നവർ ഭരത ചരിത്രവും പഠിക്കണം. ഋഷഭൻ്റെ പുത്രൻ്റെ ഇങ്ങനെ ധ്രുവൻ കാട്ടിച്ചെല്ലും. അവിടെ ചെന്ന് അതേപോലെ തന്നെ പ്രഹ്ലാദൻ്റെ അതെ ധ്രുവനെക്കാട്ടിലും വലിയ ഭക്തനാണ് പ്രഹ്ലാദൻ. അതിനേക്കാളും വലിയ ഭക്തരാണ് ഗോപികൾ. ഗോപികളിലെത്തുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ വിഷയം ബാധിക്കുന്നേ ഇല്ല. പറയാൻ അവർ സ്ത്രീയാണ്, ഭഗവാൻ പുരുഷനാണ്, വിഷയാസക്തി ഉണ്ടാവാം. നമ്മൾ ഈ കേൾക്കുന്ന രീതിയിലല്ല അവരുടെ ഭക്തി നിൽക്കുന്നത്. ഏറ്റവും ഉയർന്ന ഭക്തി, ഗോപികളെ ഏറ്റവും ഉയർന്ന ഭക്തരായിട്ട് പറയാൻ കാരണമാണ്. പ്രഹ്ലാദൻ പോലും പറഞ്ഞു എന്ന് പറഞ്ഞില്ല, ഞാൻ രാവിലെ സംസാരത്തിന് എനിക്ക് പേടിയാണ്, അങ്ങയുടെ രൂപം എനിക്ക് പേടിയില്ല എന്ന് നരസിംഹത്തിൻ്റെ മുഖത്ത് നോക്കിയിട്ട് അങ്ങനെയാണ് പറഞ്ഞത്. കാരണം എന്താ വെച്ചാൽ സമർപ്പണം പൂർണ്ണമാവാത്തതുകൊണ്ടാണ്. ധ്രുവനിൽ ഒട്ടുമായിട്ടില്ല, പ്രഹ്ലാദനിൽ കുറച്ചായി, ഒരു 50% ആയി. ഗോപികളിലത് 100%. അതുകൊണ്ടാണ് ആ ക്രമമായിട്ട് ഒരു സാധകൻ്റെ ഭക്തിയുടെ പൂർണ്ണ അവസ്ഥയിലേക്കുള്ള യാത്രയാണ് ഭാഗവതം കൊണ്ടുപോകുന്നത്. ഇങ്ങനെ കൊണ്ടുപോകണം നമ്മളെ. 9 സ്കന്ധം കഴിയുമ്പോഴേക്കും നമ്മളതിന് പാകപ്പെടും. അപ്പോഴേ 10ാമത്തെ സ്കന്ധം ദഹിക്കുള്ളൂ, രുചിക്കുള്ളൂ, ആ അവസ്ഥയിലേക്ക് എത്തിക്കും. എങ്ങനെയാണെങ്കിലും ധ്രുവൻ തപസ്സിനായിട്ട് കാട്ടിലേക്ക് പോയി. നാരദൻ ഉത്താനപാദൻ്റെ അടുത്തേക്കും പോയി. രാജാവ് കുട്ടിയെ കാണാണ്ട് വിഷമിച്ചിരിക്കുകയാണ്. നാരദൻ പറയും, ഞാൻ കണ്ടു അവനെ. സാക്ഷി പോയിട്ട് ബുദ്ധിയോട് പറയാണ്, സാധനയ്ക്കുള്ള മാർഗം തേടി പോയിട്ടുണ്ട്, അതുകൊണ്ട് ടെൻഷനാണ്, അവൻ വലിയൊരാളായിട്ട് തിരിച്ചു വരും, സമാധാനമായിട്ട് ഇരിക്കും. ഒരു സാക്ഷി അവിടുന്ന് പോകണം. ധ്രുവൻ മധുവനത്തിലെത്തി കുളിയൊക്കെ കഴിഞ്ഞ് ഒരു അരുവി കണ്ടു, കുളിച്ചു, ഉപവാസം തുടങ്ങി. ഉപദേശാനുസരണം ഗുരുനാഥനായിട്ടുള്ള നാരദനെ മനസ്സിൽ നന്നായിട്ട് ധ്യാനിച്ചിട്ട് ഉപാസന തുടങ്ങി. 1ാമത്തെ മാസം 3 ദിവസത്തിൽ ഒരിക്കൽ മാത്രം പഴവും വേരുകളും കഴിച്ചു. അടുത്ത 1 മാസം ഇലകൾ തിന്നു. പിന്നത്തെ അത് 9 ദിവസത്തിലൊരിക്കൽ ജലപാനമായിട്ട് മാറ്റി. 4ാം മാസത്തിൽ അത് നിർത്തി. 5ാം മാസം മുതൽ ഒറ്റക്കാലിൽ നിന്നിട്ട് ഏകപാദനായിട്ട് നിന്നിട്ട് പരബ്രഹ്മത്തിനെ ധ്യാനിക്കാൻ തുടങ്ങി. ഏകപാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവനാ ശരിക്കും. രുദ്രൻ്റെ പേരാണ് ഏകപാദ്. അതിനുശേഷം അമ്മ അച്ഛൻ്റെ മടിയിലേക്ക് ഈ ചിന്തകളൊന്നുമില്ലാതെ അദ്ദേഹത്തിൻ്റെ മനസ്സ് ഭഗവാന്റെ രൂപത്തിൽ മാത്രം വ്യാപിക്കാൻ തുടങ്ങി. ധ്യാനം ഉറച്ചു എന്നർത്ഥം. നമ്മളൊക്കെ സാധാരണ ഭഗവാനെ കണ്ണടച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നതിനെ ധാരണ എന്നാണ് പറയേണ്ടത്. ധ്യാനിക്കാൻ പറ്റില്ല. ധ്യാനം വെർബല്ല, അതൊരു നൗണാണ് ശരിക്ക്. അതാവാനേ പറ്റുള്ളൂ, ധ്യാനമായി മാറാനേ പറ്റുള്ളൂ. യു ക്യാൻ നെവർ മെഡിറ്റേറ്റ്, യു ക്യാൻ ബിക്കം മെഡിറ്റേഷൻ. അതായി മാറുക. ആ ഭഗവാന്റെ രൂപത്തിൽ നിന്ന് അങ്ങനെ വിടാതെ അതിൽ അങ്ങോട്ട് ഉറച്ചു. അപ്പം ഏകാഗ്രമായിട്ട് ധ്യാനിച്ച സമയത്ത് ആ മഹൽതത്വത്തിൻ്റെ രൂപമാണ് ഭഗവാൻ എന്നുള്ളത് കൊണ്ട് കോറായിട്ട് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയിൽ മുഴുവൻ കിടക്കുന്ന മഹത്വത്വം മുഴുവൻ എഫക്റ്റഡായി. അതായത് ആണിക്കല്ല് കൊണ്ടുപോയിട്ട് ഒരടി അടിച്ചു കഴിഞ്ഞാൽ മൊത്തം കെട്ടിടം ഇടിഞ്ഞു വീഴും. അതുപോലെ ധ്രുവൻ മഹത്വത്വത്തിൻ്റെ സ്വരൂപത്തിലുള്ള ഭഗവാന്റെ രൂപത്തിനെ അവൻ്റെ മനസ്സങ്ങോട്ട് പിടിച്ചപ്പോൾ പ്രപഞ്ചത്തിലുള്ള മൊത്തം മഹത്വത്തിനെ അത് അഫക്റ്റ് ചെയ്തുകൊണ്ട് ത്രിലോകങ്ങൾ വിറച്ചു എന്നാണ്. 3 അവസ്ഥകൾ ഇല്ലാണ്ടായി. ജാഗ്രത, സ്വപ്നം, സുഷുപ്തി. ആൾക്കാർക്ക് ഉറക്കമില്ല, ഉണർന്നിരിക്കുകയാണോ സ്വപ്നത്തിലാണോ ഒന്നും തിരിച്ചറിയാൻ പറ്റാതെ. അതായത് സൃഷ്ടിയുടെ കോർ ബാലൻസിനെ ബാധിക്കുന്ന വിധത്തിലായി കുട്ടിയുടെ തപസ്. കാരണം ധ്രുവത്വം അതാണ്, നിശ്ചയദാർഢ്യം എന്ന് പറയുന്നത്. അതിലേക്ക് കോർ ഫോക്കസ് കൊടുത്തിട്ട് ആ തപസ് ചെയ്യണം. അപ്പോൾ ദേവന്മാർ ഭഗവാന്റെ അടുത്ത് പോയിട്ട് പറയും, ഏതോ ഒരുത്തൻ ആരാന്നറിയില്ല സകല ചരാചരങ്ങളിൽ സ്തംഭിപ്പിക്കണ മാതിരിയുള്ള തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അങ്ങ് എത്രയും പെട്ടെന്ന് അത് അന്വേഷിച്ചിട്ട് ഇതിന് നിവൃത്തി ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ പറയും, ഉത്താനപാദൻ്റെ പുത്രൻ ധ്രുവൻ എന്നെ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അവൻ്റെ പ്രഭാവം കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്. അവൻ എൻ്റെ സ്വരൂപമാകണ മഹത്വത്വത്തിനെയാണ് അവൻ ധ്യാനിക്കുന്നത്. അത് സകല സൃഷ്ടിയുടെ അടിസ്ഥാനമാണ്, സകല ഗുണങ്ങളുടെ അടിസ്ഥാനമാണ്. അവൻ അതിനെ ധ്യാനിക്കാൻ തുടങ്ങിയതുകൊണ്ടാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ഫുൾ, നമ്മൾ പറയില്ലേ എവിടെയോ സബ്സ്റ്റേഷനിൽ കത്തിയിട്ടുണ്ട്, മൊത്തം സിറ്റിയിൽ കറണ്ട് പോയിന്ന്, അതുപോലെ അതിൻ്റെ സ്രോതസ്സിലാണ് അടിച്ചിരിക്കുന്നത്. അങ്ങനെ ധ്രുവൻ്റെ ആ തപസ്സിനെ ഞാൻ പിന്തിരിപ്പിച്ചോളാം, എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ അവനെ കണ്ടിട്ട് പിന്തിരിപ്പിക്കാൻ പറയും. ധ്രുവൻ്റെ ഈ തപസ് പറയുമ്പോൾ, ഈ 6 മാസത്തെ തപസ് പറയുമ്പോൾ ഒരു ചെറിയ കാര്യം സൂചിപ്പിക്കാനുണ്ട്. നമ്മളൊക്കെ ഭഗവാനെ ഉപാസിക്കാൻ തുടങ്ങി നമുക്കിപ്പോൾ നാളെ റിസൾട്ട് വേണം, അല്ലെങ്കിൽ മറ്റന്നാൾ വേണം. എൻ്റെ അടുത്ത് ചിലർ പറയും, ഞാൻ ഇത്ര കാലം ജപിക്കും, എനിക്ക് പറ്റണില്ല, എനിക്ക് അതങ്ങനെയാണ്, ഞാൻ മരിച്ചു പോകും. ഞാൻ പറയും, നിങ്ങൾ മരിച്ചോളൂ, കുഴപ്പമില്ല. അങ്ങനെ ഒരാളുടെ കഥയുണ്ട്. ഞാൻ പണ്ട് ഏതൊരു കഥയിൽ വായിച്ചിട്ടുണ്ട്. രാജസ്ഥാനിലൊരു ഗുജറാത്തിലെ രാജ്കോട്ടിൽ ഒരാൾ, ശരിക്കും ന്യൂസൊക്കെ വന്ന അത്ര, ഇത് 1940s 50s. അയാൾ
കുറേ ഉപാസന ചെയ്തിട്ട് പാല് കൊണ്ടുപോയിട്ട് ഭഗവാന്റെ വിഗ്രഹത്തിൻ്റെ മുന്നിൽ വെച്ചിട്ട് ഇത് നീ കുടിച്ചില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും പറഞ്ഞു. ഭഗവാൻ കുടിച്ചില്ല, ആൾ ആത്മഹത്യ ചെയ്തു. ഭഗവാൻ കുടിച്ചില്ല, ആൾ ആത്മഹത്യ ചെയ്തു. നമ്മുടെ കർമ്മം പക്വമാകുമ്പോൾ, നമ്മുടെ കർമ്മം തീരുമ്പോൾ വരേണ്ട ആൾ തന്നെ വരും. ധൃതി പിടിച്ചിട്ട് കാര്യമില്ല. ചിലപ്പോൾ ഈ ജന്മമായിരിക്കും, ചിലപ്പോൾ അടുത്ത ജന്മമായിരിക്കും, ചിലപ്പോൾ 10,000 ജന്മം കഴിഞ്ഞിട്ടായിരിക്കും ആളെ നമുക്ക് സാക്ഷാത്കരിക്കാൻ സാധിക്കുക. പിന്നെ ഇതിലെ പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ, ഇങ്ങോട്ട് ഒരു ഫ്ലൈറ്റ് പിടിച്ചിട്ട് വേറൊരു സ്ഥലത്തു നിന്നൊന്നുമല്ല വരണത്, ഇത് അകത്തുനിന്നാണ് വരണത്. അതിപ്പോൾ മനസ്സിലാക്കും ധ്രുവൻ, ഇത് അകത്തുനിന്നാണ് വരുന്നത്. നമ്മുടെ സങ്കല്പശക്തി മൂർത്തമാകുമ്പോൾ അതിൻ്റെ ഫൈനസ്റ്റ് ഡീറ്റെയിൽസിൽ വരുമ്പോൾ അത് താനെ പുറത്ത് കാണും. ആരോടും മിണ്ടാനില്ല, 13 വയസ്സ് തൊട്ടിട്ട് വിധവയാണ്, മിണ്ടാനും പറയാൻ ആരുമില്ല, വലിയൊരു ഇല്ലം, ഒരു മനുഷ്യനില്ല, വിധവ, ഇങ്ങനെ നടക്കുക തന്നെ. സംസാരിക്കാൻ ഒരാൾ വേണം. ഭഗവാനോട് സംസാരിക്കാൻ തുടങ്ങി, സങ്കല്പം മൂർത്തഭാവമായി കാണാൻ തുടങ്ങി. കുറൂരമ്മയ്ക്ക് അല്ലാണ്ട് എങ്ങനെ ഉണ്ണിയെ കാണാൻ പറ്റിയിരുന്നു? സങ്കല്പം മൂർത്തമാകുമ്പോൾ കുട്ടിയെ കാണും, കണ്ടിരിക്കും, ഒരു സംശയമില്ല. അത് മടിയിൽ കയറിയിരിക്കും, ചിലപ്പോൾ ഐപാഡിൻ്റെ പേജ് മാറ്റി വയ്ക്കും, ചെവി കടിക്കും, പലതും ചെയ്യും. സങ്കല്പം മൂർത്തമായി കഴിഞ്ഞാൽ അത് നമ്മൾ എന്തൊക്കെ ആട്രിബ്യൂട്ട്സ് അതിലേക്ക് കൊടുക്കുന്നുണ്ടോ അതൊക്കെ അത് കാണിക്കും, ഒരു സംശയമില്ല. അത് ധ്രുവൻ തപസ്സങ്ങോട്ട് തുടർന്നുകൊണ്ടിരിക്കുക. ആ തുടർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭഗവാൻ ഇവിടെ ചിന്തിക്കുന്നതാണ്, എന്നെ ധ്യാനിക്കുക, സാക്ഷാത്കാരം ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശ്രീവിദ്യാ സമ്പ്രദായത്തിൽ പറയും, അസിധാര എന്നാണ് പറയുക ശ്രീവിദ്യ. എന്താ അസിധാര എന്ന് പറയുക? ഇവിടെ ഇപ്പം ചുമ്മാ ശ്രീവിദ്യ മേടിക്കേണ്ട ആൾക്കാർ കാശ് കൊടുത്തിട്ട് മേടിക്കുന്നുണ്ട്, വാട്സപ്പിൽ കൂടെ മേടിക്കുന്നുണ്ട്, ഫേസ്ബുക്കിൽ കൂടെ മേടിക്കുന്നുണ്ട്, പല വഴിക്കും മേടിക്കുന്നുണ്ട്. രാവിലെ ഗണപതി, അരമണിക്കൂർ കഴിഞ്ഞാൽ ബാല, അത് കഴിഞ്ഞാൽ 1 മണിക്കൂർ കഴിഞ്ഞാൽ പഞ്ചദശി, അത് കഴിഞ്ഞാൽ ഷോഡശി. പണ്ട് ഒരായുസിൽ ചിലപ്പോൾ ബാലയെ കിട്ടിയിട്ടുണ്ടാവുള്ളൂ, പിന്നെ അടുത്ത ജന്മത്തിലായിരിക്കും അടുത്ത് കിട്ടിയിരുന്നു. ഇപ്പം അങ്ങനെയല്ല, 25,000, 50,000, 1 lakh കൊടുത്താൽ കിട്ടും. മന്ത്രം ടീമുകളുണ്ട്, കേരളത്തിലുണ്ട്, പുറത്തുണ്ട്. ആ ദീക്ഷ, ഈ ദീക്ഷ എന്ന് പറഞ്ഞ് കൊടുക്കും. ഇതിനെ അസിധാര എന്നാണ് പറയുക. അസീച്ച വാളിന് ഇങ്ങനെ വയ്ക്കുക, എന്നിട്ട് അതിൻ്റെ മുകളിൽ നടക്കുക, കാല് മുറിയാണ്ട്. ഇതാണ് അത്ര ശ്രീവിദ്യ. ഭഗവാന്റെ ആത്മസാക്ഷാത്കാര വിദ്യ അസിധാരയാണെന്നാണ് ഭാഗവതം പറഞ്ഞത്. ആത്മസാക്ഷാത്കാരത്തിന് ശ്രമിക്കുമ്പോൾ ആദ്യം അത് വിഷപാനം പോലെ വിഷമായിട്ട് തോന്നും. അതുകൊണ്ടാണ് പാലാഴി കടഞ്ഞപ്പോൾ ആദ്യം കാളകൂടം പറഞ്ഞത്. പാലാഴി മഥനം കഥ സാധനാവിദ്യയാണ്. ആദ്യം നമ്മുടെ ചേറും ചെളിയൊക്കെ പുറത്തേക്ക് വരും, കർമ്മവിഷങ്ങളൊക്കെ പുറത്തു വരും. ആ കർമ്മങ്ങൾ ഇരിക്കുന്ന സ്ഥാനം കഴുത്താണ്. അതുകൊണ്ടാണ് അതിനെ നമ്മൾ ചക്രത്തിന് പേര് വിശുദ്ധി. ഏറ്റവും ശുദ്ധമായിട്ട് സൂക്ഷിക്കേണ്ട സ്ഥലമാണ്. കുറി തുടർന്ന് വിടാതിനാണ്. കണ്ഠേ കാളി എന്നാണ്, ഈ വിഷത്തുനിന്ന കാളി ചാടണത്, കഴുത്തുനിന്ന് അവൾ ചാടിയത്. അവിടെയാണ് കാളകൂടം ഇരിക്കുന്നത്. നീലകണ്ഠൻ. നരസിംഹത്തിനാണെങ്കിലും മഹാദേവനാണെങ്കിലും കഴുത്ത് നീലയാണ്, കഴുത്ത് നീലയാണ്. നരസിംഹാവതാരം വരുമ്പോൾ ഭഗവാന്റെ രൂപം ഞാൻ പറയാം. അപ്പോൾ ഭക്തിയോഗത്തിന് അന്ധകരണത്തിൻ്റെ പരിശുദ്ധി വളരെ ആവശ്യമാണ്. പരിശുദ്ധമായിട്ടുള്ള അന്ധകരണമുള്ളവർക്ക് മാത്രമേ ആഗ്രഹിച്ച് കിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു, അന്ധകരണത്തിൻ്റെ പേരെന്താ? വസുദേവൻ. അത് ശുദ്ധമായിട്ടുള്ള അന്ധകരണം. അവിടെ വാസുദേവൻ ജനിക്കുള്ളൂ. തലയിൽ ആ കൊട്ടയിലെടുത്തിട്ട് പോണ രംഗമുണ്ടല്ലോ, അത് ശരിക്കും ശുദ്ധമായ അന്ധകരണത്തിൽ ജനിച്ച് കിടക്കണം ബ്രഹ്മാണ്. അങ്ങനെ വേണം അതിനെ കാണാൻ. അപ്പോൾ ഈ ധൃതി വെച്ചിട്ട് പോകുന്ന ആൾക്കാർക്ക് കൽമഷ അകത്തുണ്ടോ? എനിക്കിപ്പോൾ കിട്ടണം, അതും ഷടതയാണ്. എനിക്കിപ്പോൾ കാണണം, എനിക്കിപ്പോൾ കിട്ടിയില്ലാണ്ട് കുറച്ച് നേരം ഞാൻ കുറച്ച് നേരം ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ചു, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, അതുകൊണ്ട് ഞാനിപ്പോൾ വിട്ടിട്ട് ഞാൻ വേറൊരു സ്ഥലത്താണ് പോണത്, അവിടെ എനിക്ക് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും ധാരാളം. അപ്പം നമ്മുടെ വിംസ് ആൻഡ് ഫാൻസീസിനനുസരിച്ചിട്ട് നമ്മളിത് മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എവിടെ എത്തില്ല. ഞാൻ സാധാരണ പറയാറുള്ള അനലജി ഉണ്ട്. നമുക്കൊരു പറമ്പ് കിട്ടിയിട്ടുണ്ട്, ഒരു കിണർ വൃത്തിയായി കുഴിക്കുക, വെള്ളം കിട്ടണ വരെ കുഴിക്കുക. അല്ലാണ്ട് ആദ്യം കുറച്ച് കുഴി തോണ്ടി, അപ്പോൾ വേറൊരു മന്ത്രം ചെല്ലുന്നു, അപ്പോൾ അവിടെ കുറേ കുഴി തോണ്ടി, പിന്നെ കുറേ കുഴി തോണ്ടി, അവസാനം മരിച്ചു പോകുന്ന ദിവസം ഒരു പറമ്പുണ്ടാവും, കുറേ കുഴിയുണ്ടാവും. ഇതിലേതെങ്കിലും ഒന്നിന് നമ്മളായിട്ട് മൂടുകയില്ല. ആ അവസ്ഥ എത്തിയിട്ട് കാര്യമില്ല. എന്താണെങ്കിലും ദേവന്മാർ സ്വർഗത്തിലേക്കും പോയി, ഭഗവാൻ ഗരുഡൻ്റെ പുറത്ത് കയറിയിട്ട് ഇങ്ങോട്ടും വന്നു എന്നാണ്. മധുവനത്തിൽ വന്നു. ധ്രുവൻ തീവ്രമായിട്ടുള്ള യോഗാഭ്യാസം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുക. അദ്ദേഹത്തിൻ്റെ സങ്കല്പം മൂർത്തതയുടെ പാരമ്യതയിലെത്തി, സങ്കല്പശക്തിയുടെ പാരമ്യതയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അകത്തൊരാളെ കണ്ടു. ചതുർബാഹുവായിട്ട് ഒരാളിങ്ങനെ നിൽക്കുന്നു. കണ്ട് മുൻ പരിചയമൊന്നുമില്ല. ഇത് ആരാത് ചിന്തിക്കുക മനസ്സ്. നല്ല സുന്ദരൻ, കയ്യിൽ ശംഖുണ്ട്, ചക്രമുണ്ട്, ഗതയുണ്ട്, ഒക്കെ ഉണ്ട്. ധ്രുവാന്നൊരു വിളി കേൾക്കുന്നു. അപ്പോൾ നോക്കുമ്പോൾ ഈ അകത്തുള്ള ആളാണ് വിളിക്കണം. വീണ്ടും വിളി കേൾക്കണം. ഈ വിളി വരുന്ന പുറത്തുനിന്നാണല്ലോ. കണ്ണ് തുറന്നപ്പോൾ അകത്ത് കണ്ട ആളുണ്ട്, പുറത്ത് നിൽക്കണം. ഇപ്പോൾ മനസ്സിലായോ? അകത്ത് കണ്ടാലേ പുറത്ത് കിട്ടൂ. അകത്ത് കണ്ട ആളുണ്ട്, പുറത്ത് നിൽക്കണം.
അങ്ങനെ ഇമ വെട്ടാതെ കുട്ടി ഇങ്ങനെ നോക്കിയതിൽ ആദ്യം ഇങ്ങനെ ഒരാളെ ആദ്യമായിട്ട് കാണുകയാണ് ജീവിതത്തിൽ. ഇത്ര തേജസ്സുള്ള സർവ്വചരാചരങ്ങളിൽ നാഥനായിട്ടുള്ള പൊന്നു ഗുരുവായൂരപ്പനെ ഇങ്ങനെ നോക്കി നിന്നു. ഭഗവാന്റെ പാദങ്ങളിൽ അങ്ങോട്ട് വീണു. അതിന് കുറേ ഉമ്മ വെച്ചു, കെട്ടിപ്പിടിച്ചു, അവിടെ കടന്നു. എന്നിട്ട് ഇങ്ങനെ വീണ്ടും കിടന്നിട്ട് ഇങ്ങനെ നോക്കുകയാണ് ഭഗവാനെ. നിലത്ത് ഇങ്ങനെ കിടന്നിട്ട് ഒന്നും പറയാൻ കിട്ടുന്നില്ല, ഒരു വാക്ക് കിട്ടുന്നില്ല. സാധാരണ കുട്ടികൾ വാചാലരാ, അവർക്ക് പക്ഷെ ഒന്നും പറയാൻ പറ്റുന്നില്ല ധ്രുവന്. ധ്രുവൻ്റെ ആ വിഷമസ്ഥിതി കണ്ടിട്ട് തൻ്റെ കയ്യിലെ ശംഖുകൊണ്ട് കവളത്തൊന്ന് തൊട്ടു. കവളത്ത് ഒന്ന് തൊട്ടു. ആ സമയത്ത് ധ്രുവനിൽ ആ വാണി സരസ്വതി അങ്ങോട്ട് പ്രവേശിച്ചു. യോ അന്തഃപ്രവിശ്യ മമ വാചിമാം പ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തിധരസ്വധാംന അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഗുരുവായൂരപ്പ, എൻ്റെ അന്ധഃകരണത്തിൽ പ്രവേശിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന വാണിയെ സ്വന്തം തേജസ് കൊണ്ട് സജീവമാക്കിയവനെ എന്നാണ് വിളിക്കുന്നത്. കവിതയാണ്. ഈ കുഷ്ഠരോഗിയായി വൈശ്യരെടുത്ത് പോകണമെന്ന് പറഞ്ഞ അരുണഗിരിനാഥനെ രക്ഷിച്ചതിന് ശേഷം സുമ്മായിരി പിടിച്ചിരുത്തിയിട്ട് കുറേ കാലം കഴിഞ്ഞിട്ട് മുരുകൻ അവിടെ വന്നിട്ട് പറയുക, എന്നെപ്പറ്റി പാട് അരുണഗിരി പറഞ്ഞു. ഞാൻ എന്ത് പാടാനാണ്? ഞാൻ സ്ത്രീകളുടെ സൗന്ദര്യം പാടി പാടി എൻ്റെ സരസ്വതിയെ ഞാൻ നശിപ്പിച്ചില്ലേ, നിന്നെ ഞാൻ എന്ത് പാടാനാണെന്ന് ചോദിച്ചു. നാക്ക് നീട്ട് പറഞ്ഞു. വേലങ്ങോട്ട് തിരിച്ചു പിടിച്ചിട്ട് നാക്കിലങ്ങോട്ട് എഴുതി ഓം ഇനി പാടുകയെന്ന് പറഞ്ഞു. അപ്പം പാടിയാണ് മുത്തൈത്തൊരു പത്തി തിരുനകൈ അത്തിക്കിര ശത്തിച്ചരവണ എന്ന് പറഞ്ഞിട്ട് തുടങ്ങാൻ ഗംഭീരമായിട്ടുള്ള വരികൾ. അതുപോലെ ഭഗവാൻ തൊട്ടു, ധ്രുവൻ പാടി. ഒരേ അഗ്നി, ഒരേ തീ തന്നെ ഉപാധിയുടെ ഭേദം അനുസരിച്ചിട്ട് എവിടെ കത്തണു എന്നുള്ളതിൻ്റെ ഭേദം അനുസരിച്ചിട്ട് പലതായിട്ട് പലതരത്തിലുള്ള പ്രകാശം കാണിക്കണം. സൂര്യനിൽ കത്തണ അഗ്നി ആ തരത്തിൽ പ്രകാശം, വിളക്കി കത്തണത് ഈ തരത്തിൽ, പന്തത്തിൽ കത്തിയ വേറൊരു തരത്തിൽ, ഇലക്ട്രിക്കൽ ആണെങ്കിൽ അതും അഗ്നിയാണ് വേറൊരു തരത്തിൽ. അതേപോലെ സകല വസ്തുക്കളിലും പ്രവേശിച്ചിരിക്കണ മായയുടെ വ്യത്യസ്തമായിട്ടുള്ള ഓരോ അസത്തുക്കളിൽ, അസദ്ഗുണങ്ങളിലും പ്രവേശിച്ചിരിക്കുന്ന ഭഗവാന്റെ ശക്തിയെ ധ്രുവൻ തിരിച്ചറിഞ്ഞു. ധ്രുവന് ശരിക്കൊരു വിരാട് രൂപ ദർശനമാണ് അവിടെ കിട്ടുന്നത്. അപ്പോഴാണ് പാടുന്നത്, യാ നിർവൃതിസ്തനുഭൃതാം തവ പാദപത്മധ്യാനാദ്ഭവജ്ജനകഥാശ്രവണേന വാസ്യാത് സാ ബ്രഹ്മണി സോമഹിംനഭി നാഥ മാഭൂത് ഹിന്ദ്വന്തകാശലുളിതാത് പദതാം വിമാനാത്. അങ്ങയുടെ തൃപ്പാദങ്ങളെ ഗുരുവായൂരപ്പ ധ്യാനിക്കണത് കൊണ്ടും അങ്ങയുടെ ഭക്തന്മാരുടെ കഥകൾ സദാ ഈ ചെവി കൂടെ കേൾക്കണോണ്ടും ജീവന്മാർക്ക് ഉണ്ടാകണ ആനന്ദം സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അങ്ങയുടെ നിരാകാര രൂപമായിട്ടുള്ള ബ്രഹ്മത്തിൽ നിന്ന് പോലും കിട്ടുന്നില്ല എന്ന്. ഭക്തിയുടെ ഹൈറ്റാണ് ധ്രുവൻ പറയണത്. അതായത് ബ്രഹ്മാനന്ദത്തിനേക്കാളും വലിയ ആനന്ദമാണ് ഭഗവാനെ കാണാൻ കിട്ടുമ്പോൾ, ഭഗവാന്റെ കൂടെ ചേർന്നിരിക്കാൻ കിട്ടുമ്പോൾ കിട്ടേണ്ട രസം. അതുകൊണ്ട് അത്ര ബ്രഹ്മസ്വരൂപം ലഭിച്ചാലും ഭക്തൻ ഒരു പടി താഴേക്ക് ഇറങ്ങിയിരുന്നിട്ട് പിന്നെയും ഭഗവാനെ ആരാധിച്ചുകൊണ്ടിരിക്കും. അത്രേ ഭഗവാനായി മാറിയാലും ഒരു സ്റ്റെപ്പ് താഴേക്കിരിക്കും. എന്നിട്ട് ഭഗവാന്റെ കിങ്കരനോ സഹോദരനോ കാമുകനോ കാമുകിയോ എന്താ വെച്ചായിട്ട് ഭഗവാനെ സേവിച്ചുകൊണ്ടിരിക്കുന്ന പറഞ്ഞു. അതുകൊണ്ട് ധ്രുവൻ എനിക്ക് സംസാരസാഗരം തരണം ചെയ്യാൻ സഹായിക്കുന്ന അങ്ങയുടെ ഭക്തന്മാരുടെ സഹായം അഥവാ സമാഗമം എപ്പോഴും എനിക്ക് സത്സംഗം ഉണ്ടാവണമെന്നാണ് ആദ്യം പറയണത്. എന്നിട്ട് പറയും, സാധാരണഗതിക്ക് അങ്ങയുടെ ഈ ബ്രഹ്മസ്വരൂപം മനസ്സിലാക്കാനുള്ള കഴിവൊന്നും എനിക്ക് വന്നിട്ടില്ല. ധ്രുവൻ ഇത് പറയാൻ സാധിക്കാൻ നമ്മൾ വിചാരിക്കും 5 വയസ്സുള്ള കുട്ടി ഇതൊക്കെ പറയുന്നത്, ശംഖു കൊണ്ട് തൊട്ട് കഴിഞ്ഞു, ഇനി ചോദ്യം ചോദിക്കരുത്. ധ്രുവൻ വലിയ യോഗികളെ പോലെ തന്നെ സംസാരിക്കുള്ളൂ. എനിക്ക് എൻ്റെ പ്രായത്തിനും കഴിവിനും വെച്ചിട്ട് എനിക്ക് അങ്ങയുടെ ബ്രഹ്മസ്വരൂപം അറിയാനുള്ള കഴിവില്ല ഭഗവാനെ. പക്ഷേ അതായത് നിഷ്കാമമായിട്ടുള്ള ഭക്തിയുള്ളവർക്കേ ഭഗവാന്റെ നിർഗുണസ്വരൂപം അറിയാൻ സാധിക്കുള്ളൂ എന്ന് താല്പര്യം. എനിക്ക് സകാമമാണ്, എനിക്ക് ആഗ്രഹങ്ങളുണ്ട്, ആഗ്രഹം തീർന്നിട്ടില്ല. അതുകൊണ്ട് അങ്ങയുടെ സഗുണരൂപത്തിനെയാണ് എനിക്കിഷ്ടം. അതുകൊണ്ടാണ് നമുക്ക് ബ്രഹ്മാനന്ദത്തിനെ മോശമാണെന്ന് പറയാൻ പാടില്ല. ഒന്നും പ്രതീക്ഷിക്കാതെ ആരാധിക്കുന്നവന് നിരാകാര രൂപത്തിലെ ബ്രഹ്മാനന്ദം തന്നെയാണ് ഏറ്റവും മികച്ചത്. പക്ഷെ നമ്മളെപ്പോലുള്ള ആഗ്രഹങ്ങളുള്ള സകാമരായിട്ടുള്ള ആൾക്കാർക്ക് ഭക്തിയുടെ ലഹരി തന്നെയാണ് ബ്രഹ്മാനന്ദത്തിനെക്കാട്ടിലും രുചികരമായിരിക്കുക എന്ന് പറഞ്ഞു വയ്ക്കുകയാണ്. ഒന്നിനേക്കാളും മുകളിലാണെന്നല്ല ഒരിക്കലും. ഇവിടെ അങ്ങനെയാണെന്നാണ് പഠിപ്പിക്കുന്നത്. ധ്രുവൻ അങ്ങനെ പറയണില്ല. ശ്രദ്ധിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഇത്തരം കുഴപ്പങ്ങളാണ് ഗുരുവായൂരപ്പൻ എപ്പോഴും ചൂണ്ടിക്കാണിച്ചു തരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ കുഴപ്പങ്ങളുടെ ഘോഷയാത്രയാണ് നമ്മുടെ ആധ്യാത്മിക പദ്ധതിയിൽ കഴിഞ്ഞ 100 കൊല്ലമായിട്ട്. കേൾക്കുമ്പോൾ ചിലർക്ക് വിഷമം തോന്നും, പക്ഷെ അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. അതിനെ ഇപ്പോൾ ഗുരുവായൂരപ്പൻ തൊണ്ട് പൊളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിന് എന്തോ ഒരു ലക്ഷ്യമുണ്ട്. അതിലേക്ക്
അദ്ദേഹം കൊണ്ടുപോകുന്നുമുണ്ട്. ധ്രുവൻ നിഷ്കാമഭക്തനായിട്ടുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം സിംഹാസനം ചോദിക്കില്ല, സിംഹാസനത്തിൻ്റെ ആവശ്യമില്ല അദ്ദേഹത്തിന്. പക്ഷേ ഭഗവാന്റെ എന്താ പറയുക, ഉപാസന ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തിട്ട് അദ്ദേഹം ചോദിക്കുന്നത് ആ ഒരു പർട്ടിക്കുലർ രൂപത്തെ ധ്യാനിച്ചിട്ടാണ്, നിരാകാരമായിട്ടുള്ള രൂപത്തിനെ ധ്യാനിച്ചിട്ടല്ല. ഭഗവാൻ ഒരു ഗ്ലിംസ് കൊടുത്തു, എൻ്റെ നിരാകാര രൂപം ഇതാണെന്ന്. അവൻ അപ്പോഴെങ്കിലും ചോദിക്കുമോ എന്ന് ടെസ്റ്റ് ചെയ്തതാണ്, കൊടുത്തു ധ്രുവനെ. പക്ഷെ അപ്പോഴും ധ്രുവൻ പറയണ്, എനിക്ക് ആഗ്രഹങ്ങൾ അടങ്ങിയിട്ടില്ല, ഞാൻ അങ്ങേ ഈ രൂപത്തിൽ തന്നെ കണ്ട് ആനന്ദിച്ചോളാം. അതുകൊണ്ടാണ് ഭംഗ്യന്തരേണ പറഞ്ഞത്, എനിക്ക് ബ്രഹ്മാനന്ദമല്ല ഈ രൂപത്തിലുള്ള ഭക്തിയാണ് എനിക്ക് ആവശ്യം എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ എനിക്കിനി കാര്യങ്ങൾ സാധിക്കാനുണ്ട്. കാര്യങ്ങൾ സാധിക്കേണ്ടവന് രൂപത്തിൽ തന്നെ ആരാധിക്കണം എന്നുള്ള. അപ്പോൾ ധ്രുവനെ പോലെ എല്ലാ കാര്യങ്ങൾ ആഗ്രഹിച്ച് കാര്യസിദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരും നാരായണൻ്റെ വിഷ്ണു എന്ന് പറയുന്ന രൂപത്തിനെയാണ് ആരാധിക്കേണ്ടത്. വിഷ്ണു സകാമന്മാർക്കുള്ള സഗുണസ്വരൂപമാണ് ഭഗവാന്റെ. അത് കാരണം ഓം ആണ് നാരായണൻ. അത് കഴിഞ്ഞ് വിശ്വമുണ്ടായ അതിൽ പ്രവേശിച്ച ചൈതന്യമാണ് വിഷ്ണു. അതിൽ പ്രവേശിച്ചിട്ടുള്ള ആളെ കൊണ്ട് നമുക്ക് ഗുണമുള്ളൂ. ശിവൻ ഏകാഗിയായിട്ട് ഒറ്റയ്ക്ക് പോയിരുന്നു കഴിഞ്ഞാൽ അങ്ങവരെ കൊണ്ട് ഒരു കാര്യമില്ല. എന്തു ചോദിച്ചാലും മിണ്ടില്ല, കുത്തിയാലും മിണ്ടില്ല, ചീത്ത പറഞ്ഞാലും കുഴപ്പമില്ല, സ്തുതിച്ചാലും തിരിഞ്ഞു നോക്കില്ല. എപ്പോഴാണ് നമ്മുടെ അടുത്തേക്ക് വരിക? വരൂ, നമ്മുടെ മക്കളുടെ അടുത്ത് പോവാം, അവർക്ക് വേണ്ട ചെയ്തു കൊടുക്കുക. അവരുടെ അമ്മ പോയി പിടിച്ചുകൊണ്ട് വരും. ശക്തിസഹിതനായിട്ടിരിക്കുമ്പോഴേ ശിവൻ സക്രിയനാവുള്ളൂ. അച്ഛനെ വിളിച്ചുകൊണ്ട് വരണം. അമ്മയാണ് അച്ഛനെ നമ്മളിലേക്ക് കൊണ്ടുവരുന്നത്. അമ്മയെ നിരാകരിച്ചുകൊണ്ട് ശിവനെ സകാമരായിട്ടുള്ള ഗാർഹസ്ഥ്യത്തിലിരിക്കണം നമുക്ക് ആരാധിച്ചിട്ട് കാര്യമില്ല. അമ്മയോടുകൂടി സാമ്പനായിട്ട് ഉമാമഹേശ്വരനായിട്ട് വേണം ആരാധിക്കാൻ. അർദ്ധനാരീശ്വരൻ പോലും അപകടം, അതിനും ബ്രഹ്മസ്വഭാവം കൂടും. അതിനെ ചിന്താമണി എന്നാണ് വിളിക്കുക. ശരിക്ക് അർദ്ധനാരീശ്വരൻ്റെ ഉപാസനയ്ക്ക് ബ്രഹ്മചര്യം കമ്പൽസറിയാണ്. കാരണം അത്രയും വലിയ ശക്തിയാണ് വരുന്നത് ശരീരത്തിൽ. എന്തിനീ ബ്രഹ്മചര്യം എടുക്കാൻ പറഞ്ഞാൽ ഭഗവാൻ കണ്ണുരുട്ടും പേടിപ്പിക്കുന്നല്ല, ആ ശക്തിയെ താങ്ങാൻ മനുഷ്യ ശരീരത്തിന് കേൾപ്പില്ല. അത് കുറച്ചെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വീര്യസംരക്ഷണം ചെയ്യാൻ പറഞ്ഞത്. അപ്പം എന്താണെങ്കിലും ധ്രുവൻ പറഞ്ഞത് കേട്ട് ഭഗവാൻ പറഞ്ഞു, എനിക്ക് നിൻ്റെ ആഗ്രഹമൊക്കെ അറിയാം. നിൻ്റെ പിതാവ് നിന്നെ രാജ്യം ഏൽപ്പിച്ചിട്ട് വനവാസത്തിന് പോയി കഴിയുമ്പോൾ നീ 36,000 വർഷം ഈ ഭൂമണ്ഡലം ഭരിക്കും. 36,000 വർഷം ഭരിക്കും. നിൻ്റെ സഹോദരൻ നായാട്ടിൽ മരിക്കും. നീ അന്ത്യകാലത്ത് എന്നെ സ്മരിച്ചുകൊണ്ട് പരമപദം പ്രാപിക്കുകയും ചെയ്യും. ആ പദത്തിൽ എത്തണവർക്ക് തിരിച്ചു വരില്ല. അതിൻ്റെ പേര് ധ്രുവപദം എന്നായിരിക്കും. അതാണ് ധ്രുവപദം ലഭന്തേ. ധ്രുവപദം കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയ എന്താ പറയുക യോഗ്യതയാണത്. അങ്ങനെ ധ്രുവൻ ഭഗവാനെ യഥാവിധി പൂജിച്ചു. അതിനുശേഷം ഭഗവാൻ അന്തർധാനം ചെയ്തു. അത് ചില പ്രക്ഷിപ്ത കഥകളിലൊക്കെ ഉണ്ട്. ഭഗവാൻ ചോദിക്കും അത്രേ, ഈ കുട്ടിയുടെ ഈ ആഗ്രഹം കണ്ടിട്ട് ഭഗവാൻ അവിടെ ഇരുന്നിട്ട് നിനക്ക് എൻ്റെ മടിയിലിരിക്കണോ? ഭാഗവതത്തിൽ അത് പറയുന്നില്ല, എൻ്റെ മടിയിലിരിക്കണോ എന്ന് ചോദിക്കും. ചിലർ പറയും ഭഗവാൻ ധ്രുവനെ തൊട്ടിട്ടില്ല, പ്രഹ്ലാദനെ തൊട്ടിട്ടുള്ളൂ. അങ്ങനെയൊന്നുമല്ല. അതൊന്നും നമ്മളെല്ലാവരും അകത്തിരിക്കുന്ന ആൾ നമ്മളെ തൊടാതിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്ത് വിഡ്ഢിത്തര. അപ്പോൾ ഞാൻ എന്നെ തൊട്ടിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അതുപോലെ അത്. അപ്പോൾ മടിയിൽ പിടിച്ചങ്ങടി ഇരുത്തി. അങ്ങനെ മഹാലക്ഷ്മി ഇരിക്കണ തൊടയിലാണ് അത്ര ഇരുത്തിയത് ധ്രുവനെ. മുതുകത്തൊക്കെ തലോടി കൊടുത്ത് സന്തോഷമായോ. പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ അച്ഛനാണ് ഈ മടിയിലിരുത്തുന്നത്. അച്ഛൻ്റെ മടിയിലിരിക്കണം എന്നാണല്ലോ ആഗ്രഹം. ആ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ പിതാവായിട്ടുള്ള ഭഗവാൻ ധ്രുവനെ മടിയിലിരുത്തിയിട്ട് തൃപ്തിയാവണം വരെ മടിയിലിരുത്തിയെന്നാണ് പറഞ്ഞത്. അതിൻ്റെ മുകളിലൊരു സിംഹാസനം വേറെ കിട്ടാനുണ്ടോ ധ്രുവന്? അങ്ങനെയാണെങ്കിലും ധ്രുവൻ വളരെ കൃതാർത്ഥതയോട് കൂടിയിട്ട് രാജധാനിയിലേക്ക് തിരിച്ചു നടക്കുമ്പോൾ പക്ഷേ എന്തോ ഒരു അതൃപ്തി പിടികൂടി. അപ്പോഴാണ് ചിന്തിക്കുന്നത്, ബ്രഹ്മചര്യവ്രതം അനുഷ്ഠിക്കണ സനകാദികൾ പോലും എത്രയോ ജന്മങ്ങൾ കൊണ്ട് പ്രാപിക്കണ ഭഗവാന്റെ നേരുള്ള രൂപം എനിക്ക് ഇങ്ങനെ കാണാൻ സാധിച്ചിട്ടും ഞാൻ മോക്ഷം ചോദിച്ചില്ലല്ലോ. എൻ്റെ അച്ഛൻ്റെ മടിയിലിരിക്കാനും സിംഹാസനത്തിന് വേണ്ടിയില്ല, ഞാൻ വേസ്റ്റാക്കിയല്ലോ എന്ന് ചിന്തിച്ചു അത്ര. അങ്ങനെ ആ ധ്രുവൻ ചെല്ലുന്നു. അവിടെ ചെന്ന് തൻ്റെ എന്താ പറയുക, അത് പറയുന്ന സമയത്ത് തന്നെ എന്താ കേൾക്കണം, ശങ്കാണോ? ധ്രുവൻ്റെ ആ ഒരു കഥ അതാണ്. ചെല്ലുന്നു, രാജ്യഭാരം ഏറ്റെടുക്കണു. 36,000 വർഷം രാജ്യം ഭരിച്ചു. അതിനുശേഷം ആ കാലത്താണ് തൻ്റെ അനിയൻ ഉത്തമനെ ഒരു യക്ഷൻ, കുബേരൻ്റെ ഒരു ബന്ധു കൊന്നുകളി. ധ്രുവൻ പെട്ടെന്ന് ആശാവാസങ്ങളുണ്ടല്ലോ, എത്ര ഭഗവാനെ കണ്ടതാണെങ്കിലും ആശാവാസങ്ങളുണ്ട്. സൈന്യത്തിനെ എടുത്ത് അളകാപുരി ആക്രമിക്കും. ബദ്രീനാഥിൻ്റെ അപ്പുറത്താണ് അളകാപുരി. ഇപ്പോഴും നമ്മൾ ചെന്നാൽ കാണാം, അളകാപുരി റേഞ്ചസ് കാണാം. അവിടെയാണ് കുബേരൻ്റെ നാട്. അവിടെ യക്ഷന്മാരെ കണ്ടമാതിരി കൊന്നെടുക്കാൻ തുടങ്ങി. ആ സമയത്ത് മുതുമുത്തച്ഛൻ അഥവാ മുത്തച്ഛനായിട്ടുള്ള സ്വയംഭവമനു സ്വയം വന്നിട്ട് പറയും, കോപമരുത്, നിയന്ത്രിക്കണം. ഒരു ജീവിവർഗത്തിന് ഉന്മൂലനാശം ചെയ്യാൻ നമുക്ക് അവകാശമില്ല.
അതുകൊണ്ട് യുദ്ധത്തിൽ നീ പിന്തിരിയണം പറയും. മുത്തശ്ശൻ പറഞ്ഞത് കേട്ട് ധ്രുവൻ സൈന്യങ്ങളെ പിൻവലിക്കും, കൊലപാതകങ്ങളൊക്കെ നിർത്തും. ആ സമയത്ത് കുബേരൻ തന്നെ പ്രത്യക്ഷപ്പെടും. കുബേരൻ പ്രത്യക്ഷപ്പെടുന്ന ഭാഗമാണ് ഭാഗവതത്തിൽ. ഐശ്വര്യത്തിൻ്റെ ദേവനാണ് കുബേരൻ. കുബേരൻ വെച്ചാൽ കാശിട്ട് ഇങ്ങനെ ATM പിന്നടിച്ചിട്ട് കാശ് കുത്തിയെടുക്കണ യന്ത്രമല്ല. അദ്ദേഹത്തിൻ്റെ പേര് വൈശ്രവണൻ. എൻ്റെ ഒരു കുബേരതത്വം എന്ന് പറഞ്ഞൊരു പ്രഭാഷണമുണ്ട്, സമയം കിട്ടുമ്പോൾ ഒന്ന് കേൾക്കണം. അതിൽ അദ്ദേഹം ആരായിരുന്നു എന്ന് ശരിക്ക് പറഞ്ഞിട്ടുണ്ട്. അത് മനഃപൂർവ്വം അദ്ദേഹത്തിനെ വിറ്റ് കാശാക്കണ കണ്ട് സഹിക്കാൻ പറ്റാണ്ട ചെയ്തിട്ടുള്ള ഒരു പൊതുവേദിയിൽ പബ്ലിക്കായിട്ട് അവിടെ തന്നെ പറഞ്ഞതാണ്. അത് കുബേരൻ്റെ ക്ഷേത്രമുള്ളൊരു സ്ഥലത്താണ് ഞാനത് പറഞ്ഞത്. ശ്രീവിദ്യയുടെ 12 മഹാഗുരുക്കന്മാരിൽ ഒരാളാണ് കുബേരൻ. ശ്രീവിദ്യാ സമ്പ്രദായത്തിൻ്റെ ചെറിയ ആളൊന്നുമല്ല, അസുരനാണ്, ജന്മം കൊണ്ട് അസുരനാണ് അദ്ദേഹം. വേദങ്ങളിലൊക്കെ അസുരനാണ്. പക്ഷേ തൻ്റെ സ്വഭാവ മഹിമ കൊണ്ടും സാധന കൊണ്ടും പ്രപഞ്ചത്തിൻ്റെ സ്വത്തുക്കൾ തന്നെ ഭഗവാൻ കണ്ണടച്ച് വിശ്വസിച്ച് ഏൽപ്പിക്കാൻ സാധിക്കണമെങ്കിൽ ആ ആളുടെ മഹിമ എന്തായിരിക്കണം എന്ന് ആലോചിച്ച് നോക്കണം. അതുപോലെ നമ്മളിപ്പോൾ ബിസിനസ് തകർച്ച വന്നു, അപ്പോഴേക്കും അയ്യോ കുബേരൻ്റെ ജീവിതം കണ്ട് പഠിച്ചാൽ മതി. തന്നെ എണീച്ച് നടക്കും നമ്മൾ. കുബേരന് ജന്മന ഒരു കണ്ണ് കാണില്ല, 2 പല്ലേ ഉള്ളൂ, ചവയ്ക്കാൻ പറ്റില്ല, അരക്ക് കീഴ്പ്പെട്ട് സ്വാധീനമില്ല, ദേഹം മുഴുവൻ കുഷ്ഠരോഗമാണ്, വിരലുകൾ ശരിക്കില്ല, ഒരു കാര്യം പിടിക്കാൻ പറ്റില്ല. ഇങ്ങനെയുള്ള ഒരാളാണ് ഇത്രയും സാധനങ്ങൾ ചെയ്ത് ആദ്യം ലങ്ക നേടിയത്. ആ ലങ്ക രാവണൻ അടിച്ചു മാറ്റി, എല്ലാം പോയി റോട്ടിലായി. വീണ്ടും തപസ് ചെയ്തും സാധന ചെയ്തിട്ടും അളകാപുരി നേടി. അതും കൂടാണ്ട് ശിവൻ്റെ ഏക ലോകത്തിലെ ഫ്രണ്ട് എന്നുള്ള സ്ഥാനം, സഖ. മഹാദേവൻ ഒരു സുഹൃത്ത് ലോകത്തുണ്ടെങ്കിൽ അത് കുബേരൻ മാത്രമാണ്. ഭഗവാനും അമ്മയും ഫാമിലിയായിട്ട് പോണ വീട് കുബേരൻ്റെ വീടാണ്, തൊട്ടടുത്താണ്. അളകാപുരി കൊടുത്തിരിക്കുന്നത് എവിടെയാണ്? വടക്ക് കിഴക്കേ ദിക്കിലാണ് ശിവനിരിക്കുന്നത്, ഈശാനകോണ്. വടക്ക് വശത്തിൻ്റെ നാഥൻ കുബേരനാണ്. ആ കുബേരനാണ് പ്രത്യക്ഷപ്പെട്ട് ഇഷ്ടമുള്ള വരം ചോദിക്കാൻ പറഞ്ഞു. നമ്മളാണെങ്കിൽ ധ്രുവനാണെങ്കിൽ എന്താ പറയുക, അല്ല മറ്റ് സാധാരണ വ്യക്തികളാണെങ്കിൽ പറയും എനിക്ക് അത്രയും പൈസ വേണം, ഇത് വേണമെന്നാണ്. ഭഗവാൻ ഭക്തന്മാരിലും ഭഗവാനിലും ഉറച്ച മനസ്സുണ്ടാവണമെന്നാണ് പറഞ്ഞു. കുബേരൻ്റെ അടുത്ത് ചോദിച്ച വരമാണ്. അപ്പോൾ എന്താ കുബേരൻ? കുബേരൻ യഥാർത്ഥ ഐശ്വര്യത്തിൻ്റെ ദേവനാണ്. കുബേരൻ്റെ അടുത്ത് നിന്ന് കിട്ടേണ്ട വരവും ഇതാണ്. കുബേരൻ സമ്പത്തിൻ്റെ ദേവനല്ല, ഐശ്വര്യത്തിൻ്റെ. മഹാലക്ഷ്മിയും ഐശ്വര്യത്തിൻ്റെ ദേവതയാണ്. സഹോദരസ്ഥാനമാണ്. കുബേരൻ്റെ സഹോദരിയായിട്ട് ലക്ഷ്മി ജനിച്ച കഥയുണ്ട്. അതുകൊണ്ടാണ് കുബേരലക്ഷ്മി. ലക്ഷ്മി കുബേരന്മാരെ പറഞ്ഞാൽ അവരെ ഒന്നിച്ചാൽ കാണിക്കുക. അത് ചേട്ടനും അനിയത്തിയായിട്ടാണ് സങ്കല്പത്തിൽ. അപ്പം ധ്രുവൻ്റെ കഥ നമുക്ക് അനവധി വിഷയങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. അതിനുശേഷം കാലം ചെന്നപ്പോൾ ഭഗവാൻ ദിവ്യ വിമാനം അയച്ചു. ധ്രുവനെ വിഷ്ണു പാർഷദന്മാർ അതിൽ കയറ്റി ധ്രുവത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ പാവം അമ്മ അന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. എൻ്റെ അമ്മയെ കൊണ്ടുപോകണമല്ലോ പറഞ്ഞു. അതാ നോക്കൂ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തു. അപ്പോൾ വേറൊരു വിമാനത്തിൽ അമ്മയും കൊണ്ടുപോകണം. അങ്ങനെ ധ്രുവലോകത്തേക്ക് പോയി എന്നാണ് സങ്കല്പം. ധ്രുവൻ്റെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസല്യൂട്ട്നെസ്, റിസോൾവ്, നമ്മുടെ നിശ്ചയദാർഢ്യം, നമ്മുടെ അച്ചടക്കം, അതിൻ്റെയൊക്കെ അത് ഈ അച്ചടക്കവും നിശ്ചയദാർഢ്യവും ഉണ്ടെങ്കിൽ ഒരു കൊച്ചു കുട്ടിക്ക് പോലും ജീവിതത്തിലെ ഏറ്റവും ഉയർന്ന ലക്ഷ്യങ്ങൾ നേടാൻ പറ്റുന്നത്. കാരണം ഒരു കുട്ടിയിലാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ചപലത വെളിയിൽ കാണുക, അല്ലേ? നമ്മളൊക്കെ വളരുമ്പോൾ ചപലത അകത്തേക്കാവുന്നു മാത്രം. കുട്ടിയാകുമ്പോൾ അകത്ത് ചപലതയില്ല, പുറത്തായിരിക്കും ചപലത. വളർന്ന് വരുമ്പോൾ ചപലത അകത്തേക്കും പുറമേക്ക് ഭയങ്കര സ്ട്രക്ചറും ഡിസിപ്ലിനും ആയിരിക്കും. പിന്നെ യഥാർത്ഥ മാർഗത്തിലേക്കുള്ള യാത്ര, പരിവർത്തനം നമുക്കുണ്ടാവണമെങ്കിൽ അതിന് ഭക്തി കൂടിയേ സാധിക്കും. ഭക്തിയിൽ കൂടെ മാത്രമേ ട്രാൻസ്ഫർമേഷൻ നടക്കൂ. ട്രാൻസ്ഫർമേഷൻ ഇല്ലാതെ നമ്മൾ എന്ത് പ്രഭാഷണം കേട്ടിട്ടും എന്ത് ചെയ്തിട്ടും ഒരു കാര്യമില്ല. ചില സ്ഥലത്തൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുമോ, ശരത്തിൻ്റെ പ്രഭാഷണം ഭയങ്കര ഇൻഫർമേറ്റീവ് ആയിരുന്നു എന്ന്. കേൾക്കുമ്പോൾ എനിക്ക് സങ്കടമാണ്. ഞാൻ ഇൻഫർമേഷന് വേണ്ടിയല്ല പറയണത്, ഞാൻ ട്രാൻസ്ഫോർമേഷന് വേണ്ടിയാണ് പറയണത്. കാരണം ഞാൻ ഈ പറഞ്ഞത് ഒന്നും നിങ്ങൾക്ക് വീട്ടിൽ ചെല്ലുമ്പോൾ ഓർമ്മയുണ്ടാവില്ല, എനിക്കും ഓർമ്മയുണ്ടാവില്ല. പക്ഷെ ഇത്രയും നേരം നമ്മൾ ഭഗവാനെ ആലോചിച്ചുകൊണ്ടിരുന്നു. എന്തൊക്കെയോ മനസ്സിന് പല വെറൈറ്റികൾ കൊടുത്ത് ആലോചിക്കുമ്പോൾ അകത്ത് ഗുരുവായൂരപ്പൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം മുഴുവൻ 7 ദിവസം മുഴുവൻ നമ്മൾ ഭഗവാനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് നമുക്ക് കിട്ടുന്ന പരിവർത്തനം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവണമെങ്കിൽ ഭക്തി ഉണ്ടാവണം. അവിടെ കുറേ അറിവ് വാരി വെതറിയിട്ടൊന്നും കാര്യമില്ല. ഇനി ഈഗോവിൻ്റെ അപ്പുറത്തേക്ക് എന്നെ ഒന്നിനും കൊള്ളില്ല എന്നുള്ളത് ഈഗോണ്, ഞാൻ വലിയ സംഭവമാണെന്നുള്ളത് ഈഗോണ്. അതിലാദ്യം പറഞ്ഞത് മഹാപകടമാണ്. അത് ഞാൻ നേരത്തെയും പറഞ്ഞു. ഈഗോയിനും ആഗ്രഹങ്ങളുടെയും അപ്പുറത്തേക്ക് യഥാർത്ഥ ആധ്യാത്മികതയുടെ പരമോന്നതിയിലേക്ക് ബ്രഹ്മസാക്ഷാത്കാരത്തിൻ്റെ ഒരു അവസരം കിട്ടി അത് കളയരുത്. ധ്രുവൻ്റെ എന്നൊരു പാഠം കൂടെ പഠിക്കാനുണ്ട്. അതിന് അവസരം കിട്ടിയിട്ടും അദ്ദേഹം ലൗകികമായിട്ടുള്ളൊരു കാര്യത്തിനാണത് ഉപയോഗിച്ചത്. അതിൻ്റെ റിഗ്രറ്റ് ധ്രുവന് ജീവിതാവസാനം വരെ ഉണ്ടായിരുന്നു. കാരണം
36,000 വർഷം ഭരിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. വൈകുണ്ഠമണ്ഡലം അപ്പം തന്നെ കിട്ടുമായിരുന്നു അല്ലേ? ഭഗവാൻ പ്രതീക്ഷിച്ചിരുന്നു. അവൻ ചോദിക്കുമോ പോകാൻ 10 മിനിറ്റ് വൈകിച്ചു എന്നിട്ട് അപ്രത്യക്ഷനാവണതിന് മുമ്പ്. ഇനി അവൻ ചോദിക്കണി, കുട്ടിയല്ലേ, ഒന്ന് ചിന്തിച്ച് കണ്ടുപിടിച്ച് ചോദിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് സാധാരണ നമ്മുടെ മുന്നിൽ ഇങ്ങനെ പോണ ആളാണ്. പക്ഷേ 10 മിനിറ്റ് അധികം നിന്ന് ആണ് ഞാൻ പറഞ്ഞത്. വേറെ ചില കഥകൾ പറഞ്ഞാൽ മടിയിൽ വരെ ഇരുത്തി നോക്കി, വന്നില്ല. പ്രഹ്ലാദനും ഇത് തന്നെ സംഭവിച്ച്, മടിയിൽ ഇരുത്തി നോക്കി, വന്നില്ല. പിന്നെ ഗുരുനാഥൻ, ഒരു ഗുരുവിനെ ആധ്യാത്മികതയിൽ ഒരു ഗുരു ഉണ്ടാവണതിൻ്റെ ആവശ്യകത. ഇനി ഒന്നുമില്ലെങ്കിലും അവനവൻ്റെ സാക്ഷി, മനസാക്ഷിയോ മറ്റേത് രൂപത്തിലും വിളിക്കണേൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന ഒരു സാക്ഷിബോധമുണ്ട് നമ്മൾ. അതിനെ ഗൈഡാക്കി മുന്നോട്ട് പോവുക എന്ന് പറയുന്ന ഒരവസ്ഥ, അത് നാരദനെ കൊണ്ട് അതും പഠിപ്പിച്ചു. മാത്രമല്ല ധ്രുവ നക്ഷത്രത്തിൻ്റെ ആ സ്ഥാനത്തെക്കുറിച്ച് പറഞ്ഞു. എങ്ങനെയാണ് സ്വന്തം ജീവിതം കൊണ്ട് മറ്റനവധി ജീവരാശികൾക്ക് തലമുറകളോളം മാർഗദർശകമായിട്ട് നിൽക്കുന്ന ജീവിതം ജീവിക്കേണ്ടതെന്ന് പഠിപ്പിച്ചെന്നു. ഇന്ന് ശരിക്കും ധ്രുവനക്ഷത്രം നോർത്ത് പോളിലല്ല നിൽക്കുന്നത്. 16-ാം നൂറ്റാണ്ടിൽ ഭൂമിക്ക് എന്തോ ഒരു ചെറിയൊരു 1 ഡിഗ്രി ഡിഫറൻസ് വന്നിട്ടുണ്ട് അതിൻ്റെ ആക്സിസിൽ. അതുകൊണ്ട് ധ്രുവനക്ഷത്രം ഇന്ന് എക്സാക്ട് നോർത്തിലല്ല നിൽക്കുന്നത്, കുറച്ച് മാറ്റമുണ്ട്. അതുകൊണ്ട് ഇന്ന് കപ്പലിൽ പോകുമ്പോൾ ധ്രുവനക്ഷത്രം നോക്കിപ്പോയാൽ നമ്മൾ വേറെ വല്ലവിടെ ഇട്ടു. കാരണം ഒരു ഡിഗ്രി പറഞ്ഞ ഭൂമിയിൽ 16 കിലോമീറ്ററാണ്. അപ്പോൾ അത്രയും വ്യത്യാസം വരും. ഓരോ ഡിഗ്രി കഴിയുന്നതോറും 16+16+16 ആയിട്ട് മാറിക്കൊണ്ടിരുന്ന നമ്മൾ ഗ്രീൻലാൻഡിലേക്ക് പോകേണ്ട ആൾക്കാർ ഇപ്പുറത്ത് ജപ്പാനിലെത്തും. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ധ്രുവനക്ഷത്രം നോക്കിയിട്ട് പോകണ്ട. പിന്നെ ചെറിയ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കഥയാണ് ധ്രുവൻ്റെ. എത്ര ചെറുപ്പത്തിൽ ധ്രുവൻ്റെ കഥ പറഞ്ഞു കൊടുക്കാൻ പറ്റും, അത്രയും കുട്ടികൾക്ക് ഭഗവാനെ ആരാധിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അനുഭവം അങ്ങനെയാണ്. ഞാനും എൻ്റെ അനിയനും കൂടി ഇരുന്ന് ദ്വാദശാക്ഷരം ജപിക്കും. അന്ന് എനിക്കൊരു 7 വയസ്സും അവന് 5 വയസ്സേ ഉള്ളൂ. ഒരു പിടുത്തവും ഇല്ല. പക്ഷെ ഞങ്ങൾക്ക് ഉറപ്പാണ് ഗുരുവായൂരപ്പൻ വരുന്നത്. ഇരുന്ന് ജപിക്കും. എന്നിട്ട് ഭഗവാൻ വരാനായിട്ട് ഞങ്ങൾ തന്നെ വേഷം കെട്ടിയിട്ട് പ്രത്യക്ഷപ്പെടും. ഞാൻ അവന് വരം കൊടുക്കും, അവൻ എനിക്കും വരം തരും. ഇങ്ങനെയൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു രസമാണ്, ആ പ്രായത്തിൻ്റെ രസമാണ്. പിന്നെ ആധ്യാത്മികതയിൽ എത്ര പ്രായമായിട്ട് പോകുന്നവർക്കാണെങ്കിലും ധ്രുവൻ്റെ കഥ, ധ്രുവൻ നിന്ന് പഠിച്ച കാര്യങ്ങൾ പ്രാവർത്തികമാക്കിയാൽ നിശ്ചയമായിട്ടും സാക്ഷാത്കാരം. ഇനി പൊതുസമൂഹത്തിന് എന്താ ധ്രുവൻ്റെ കഥയെന്ന് പഠിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് പ്രവൃത്തി ഈശ്വരോന്മുഖമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അത് ആത്യന്തികമായിട്ട് ഭഗവാനിലേക്കുള്ള സമർപ്പണമായിട്ട് മാറുകയും ചെയ്യും. സമൂഹത്തിന് പൊതുവായിട്ടുള്ള ഒരു സാക്ഷാത്കാരം ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ചില ഇടങ്ങളിൽ ചെല്ലുമ്പോൾ നമുക്ക് അവിടുത്തെ ജനങ്ങളുമായിട്ട് ഇടപഴകുമ്പോൾ തന്നെ ഒരു ചൈതന്യം ഫീൽ ചെയ്യും. ഞാൻ ഇപ്പോൾ അഹങ്കാരമായിട്ടൊന്നും പറയില്ല. എൻ്റെ ഗ്രാമം കൽപ്പാത്തി അങ്ങനെയാണ്. കൽപ്പാത്തിയിൽ കാലെടുത്ത് വെച്ചാൽ വേറൊരു ലോകമാണ് കൽപ്പാത്തി. ഞങ്ങൾ ഈ ജ്യോതിഷമായിട്ട് എനിക്ക് കുറേ പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പഠിക്കണമുണ്ട്, ഒക്കെ നോക്കണമുണ്ട്. പാലക്കാട് ഓരോ സ്ഥലത്തിനെ പ്രതിനിധീകരിക്കുന്ന ഗ്രഹങ്ങളെ നോക്കും. അപ്പോൾ പാലക്കാടിന് പൊതുവിൽ ശനിയാണ് ഗ്രഹം. അതായത് ശാരീരികാധ്വാനം ചെയ്താലാണ് അവിടെ പൊന്നു വിളയുക. കൃഷിയായിരുന്നു അവിടെ ട്രഡീഷണലി. പക്ഷേ ഈ കൽപ്പാത്തി എന്ന് പറഞ്ഞ ഒരൊറ്റ ഏരിയയുടെ അധിപതി വ്യാഴമാണ് അവിടെ അധിപതി. അപ്പോൾ ആലോചിച്ചാൽ അറിയാമല്ലോ എന്തായിരിക്കും അതിന് കാരണം. എന്താ വെച്ചാൽ ജനങ്ങളുടെ കൂട്ടായിട്ടുള്ള കൊച്ചു കുട്ടി തൊട്ടിട്ട് ഇപ്പോൾ അവരാരും ഇപ്പോൾ ഭജിച്ചിട്ടല്ല ഭഗവാന്റെ വിഗ്രഹം അലങ്കരിക്കാനും മുളയിൽ ചുമക്കാനും ഭഗവാന്റെ ഭക്ഷണം വിളമ്പാനും. അതായത് കുട്ടികൾ ഫുട്ബോൾ കളിക്കണേ തന്നെ ബോൾ അടിച്ച് തെറിച്ച് പോകണം ശ്രീകോവിലിനങ്ങടാ, അതെടുത്തു കൊടുക്കുന്നത്. അത് അമ്പലത്തിനെ ചുറ്റിയാണ് സകല കളികളും വരുന്നത്. അവിടെയുള്ള സകല ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ചാണ് ചെറുപ്പക്കാർ വളർന്നു വരുന്നത്. അതുകൊണ്ട് എന്താ ഉണ്ടാവുക വെച്ചാൽ ഒരു ഘട്ടം എത്തുമ്പോൾ അതാത് കാലഘട്ടങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള ഭഗവത് സമ്പർക്കം അവർക്ക് കിട്ടുന്നുണ്ട്. പ്രായമൊക്കെ ആകുമ്പോഴേക്കും അവർക്കത് കറക്റ്റ് ഫൗണ്ടേഷനിൽ എത്തുകയും ചെയ്യും. ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഇങ്ങനത്തെ അനവധി സ്ഥലങ്ങളുണ്ട്. അതിപ്പോൾ ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ധ്രുവചരിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൈംലെസ് ടെയിലാണ്. അതിൻ്റെ ഒരു മനോഹാരിത എത്ര പറഞ്ഞാലും മതിയാവില്ല. 15 മിനിറ്റ് കൊണ്ട് ഇനി പൃഥുവിൻ്റെ ചരിത്രം ഞാൻ ചുരുക്കി പറയാം. അത് വിസ്തരിച്ച് പറഞ്ഞിട്ടുള്ള എന്താ പറയുക വീഡിയോ ഒക്കെ വേറെ കിടപ്പുണ്ട്. പൃഥുചരിത്രം ശരിക്കും കൂടുതലും ഒരു രാജ്യഭരണം പൊളിറ്റീഷ്യൻസൊക്കെ കണ്ടതാണ് പൃഥുവിൻ്റെ ചരിത്രം. ലോകത്തിലെ ആദ്യത്തെ ചക്രവർത്തിയാണ് പൃഥു. ഭഗവാൻ തന്നെയാണ്, ഭഗവാൻ ജനിച്ചതാണ്. പൃഥുവിനെ എങ്ങനെയാണ് എന്താ പറയുക, പൃഥുവിൻ്റെ കഥയൊക്കെ വളരെ രസമാണ്. ഒരു പരമദുഷ്ടനായിട്ടുള്ള ഒരു രാജാവുണ്ടായിരുന്നു, വേനൻ എന്ന് പറഞ്ഞിട്ട്. ആ വേനനെ തന്നെ ഋഷിമാർ ഒരു യാഗം ചെയ്തിട്ടാണ് സൃഷ്ടിച്ചത്. അതായത് ഈ ധ്രുവൻ്റെ വംശത്തിൽ വരുന്ന ഒരു രാജാവാണ് അങ്കൻ എന്നു പേരുള്ള രാജാവ്. ആ അങ്കൻ വളരെ എന്താ പറയുക പ്രാർത്ഥനകളും വ്രതങ്ങളൊക്കെ എടുത്ത് യാഗാഗ്നിയിൽ നിന്ന് സൃഷ്ടിച്ചെടുത്ത ഒരു പുത്രനായിരുന്നു ഈ വേനൻ.
ആ കഥയൊക്കെ നിങ്ങൾക്കറിയാം. ആ വേനൻ പരമദുഷ്ടനായിരുന്നു, നമ്മുടെ ദുന്ദുകാരുടെ വേറൊരു രൂപമായിരുന്നു സ്വഭാവത്തിൽ. പക്ഷേ ദുന്ദുകാരിക്ക് രാജ്യാധികാരം ഉണ്ടായിരുന്നില്ല, ഇയാൾക്ക് അധികാരം കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് ഇയാൾ ശരിക്കും മഹാദ്രോഹിയായിരുന്നു. അങ്ങനെ വന്നപ്പോൾ എന്തുണ്ടായെന്ന് വെച്ചാൽ ഇയാളെ സൃഷ്ടിക്കാൻ കൂട്ടുനിന്ന മഹർഷിമാർ തന്നെ ഇയാളെ ഗുണദോഷിക്കാൻ നോക്കുമ്പോൾ അവരോട് പോയി പണി നോക്കാൻ പറഞ്ഞു. ഞാനാണ് ഹിരണ്യകശിപുവിൻ്റെ ഫസ്റ്റ് പ്രോട്ടോടൈപ്പ് വേനനിലാണ്, ഞാനാണ് ദൈവം, എന്നെ ആരാധിച്ചാൽ മതി പറഞ്ഞു. അതുകൊണ്ട് അവർ വേനനെ അങ്ങോട്ട് കൊന്നു. വേനനെ ഋഷിമാർ കൊന്നു കഴിഞ്ഞപ്പോൾ രാജ്യത്തിൻ്റെ രാജാവില്ലാണ്ടായി. അപ്പോൾ അവൻ്റെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ കടയാൻ തുടങ്ങി. അങ്ങനെ കടഞ്ഞപ്പോൾ അധോഭാഗങ്ങൾ കടഞ്ഞ സമയത്ത് കാട്ടാളൻ നിഷാദന്മാരൊക്കെ ഉണ്ടായി. അങ്ങനെ വേനൻ്റെ ശരീരത്തു നിന്ന് ഓരോ ആൾക്കാരുണ്ടാവുമെന്ന് പറഞ്ഞ് വേനൻ്റെ കരങ്ങൾ എന്താ പറയുക, വേനൻ്റെ തൊടയിൽ നിന്നാണ് നിഷാദൻ ഉണ്ടാവുന്നത്. വേനൻ്റെ കൈകളിൽ നിന്ന് വലത്തെ കയ്യിൽ നിന്ന് പൃഥുവും ഇടത്തെ കയ്യിൽ നിന്ന് പൃഥുവിൻ്റെ പത്നിയായിട്ടുള്ള അർച്ചിസും ജനിച്ചു. നവതാ ഭക്തിയിൽ അർച്ചനത്തിൻ്റെ ദേവനാണ്, അർച്ചനത്തിൻ്റെ ഉപാസകനാണ് പൃഥു. അതുകൊണ്ടാണ് ഭാര്യയുടെ പേര് അർച്ചിസ്. ശ്രവണത്തിന് പ്രഹ്ലാദനും രുക്മിണിയാണ്. അവസാന ആത്മനിവേദനത്തിന് സാക്ഷാൽ മഹാബലിയാണ്. മഹാബലിയുടെ മുകളിൽ ഒരു പക്തം വേറെ ഇല്ല, അവനവനെ തന്നെ ബലിയായിട്ട് കൊടുത്തോണ്ട് മഹാബലി എന്ന് പേര് അദ്ദേഹത്തിന്. അപ്പം ഇവിടെ ഈ പൃഥുവിൻ്റെ ജനനം, രാജ്യാഭിഷേകം, ഇതൊക്കെ വിസ്തരിച്ച് വർണ്ണിക്കണം 15-ാമത്തെ അധ്യായത്തിൽ 4-ാമത്തെ സ്കന്ധത്തിൽ. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഒരു സ്തുതിയുണ്ട്. അത് കഴിഞ്ഞ് അദ്ദേഹം നോക്കുന്ന സമയത്ത് തൻ്റെ നാട്ടിൽ ജനങ്ങളൊക്കെ, ഈ വേനൻ രാജാവായിരുന്ന കാലത്ത് ഭൂമിദേവി ദുഷ്ടന്മാരായിട്ടുള്ള ഭരണാധികാരികൾ വന്നു കഴിഞ്ഞാൽ അവിടെ ദുർഭിക്ഷം ഉണ്ടാവും, പ്രളയം ഉണ്ടാവും, ക്ഷാമം ഉണ്ടാവും, രോഗങ്ങൾ പടർന്നു പിടിക്കും. അപ്പോൾ എന്തു ചെയ്യും? ഔഷധങ്ങളെയും അന്നത്തിനെയൊക്കെ എടുത്ത് ഭൂമി ഒളിപ്പിച്ച് വയ്ക്കും. ദുഷ്ടന്മാരെടുത്തിട്ട് മിസ്യൂസ് ചെയ്യരുത്, റിസോഴ്സസ് മിസ്യൂസ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മിസ്യൂസ് ചെയ്യുന്നതുകൊണ്ട് എടുത്തു വെച്ചിട്ടുണ്ട്. പൃഥു നോക്കുമ്പോണ്ട് സ്റ്റോക്കില്ല, രാജ്യത്ത് ആൾക്കാർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണമില്ല, മരുന്നുകളില്ല, ഒന്നുമില്ല, ഭൂമി ഒന്നും കൊടുക്കുന്നില്ല. അവളിത് ഒളിപ്പിച്ച് വെച്ചിരിക്കണമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം വാളെടുത്തിട്ട് ഭൂമിയുടെ അടുത്ത് പറഞ്ഞു, മര്യാദയ്ക്ക് തന്നോ എന്ന് പറഞ്ഞു. അപ്പോൾ ഭൂമിദേവി പേടിച്ചിട്ട്, ഭൂമിദേവിക്ക് അറിയില്ല പൃഥു ഏത് ടൈപ്പാണെന്ന്, കാരണം വേനൻ്റെ കയ്യിൽ നിന്നുണ്ടായവനാണേ, ഇനി ഇവൻ്റെ സ്വഭാവം എന്താണെന്നറിയില്ല. ഭൂമി ഒരു പശുവിൻ്റെ രൂപം എടുത്തിട്ട് ഓടാൻ തുടങ്ങിയെന്നാണ്. ഇതൊക്കെ സമാധി ഭാഷയിൽ വ്യാഖ്യാനിച്ചാൽ വൃത്തിയായിട്ട് നമുക്ക് മനസ്സിലാവും. പൃഥ്വിയെ ചെയ്സ് ചെയ്യുന്നു, ഭൂമിയെ ചെയ്സ് ചെയ്യുന്നു, പിടിക്കുന്നു, കൊല്ലുന്നു പറയുന്നു. ഞാൻ സ്ത്രീയാണ്, എന്നെ കൊല്ലരുത്, അതൊന്നും ഞാൻ നോക്കുന്നില്ല. എൻ്റെ ജനങ്ങളുടെ പട്ടിണിയാണ് എൻ്റെ പ്രശ്നം, അവരുടെ രോഗമാണ് എൻ്റെ പ്രശ്നം. മര്യാദയ്ക്ക് ഭക്ഷണവും അതേപോലെ തന്നെ ഔഷധങ്ങളും തന്നോ, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ ഇപ്പം കൊല്ലുന്നു. അപ്പോൾ പറയും, അങ്ങ് വിഷ്ണുവിൻ്റെ അംശം തന്നെയെന്ന് എനിക്ക് മനസ്സിലാവണു, എന്നെ കറന്നെടുത്തോളൂ, കുട്ടിയെ കൊണ്ടുവന്നാൽ മതി. അങ്ങനെ ഓരോ ദേവതാദികൾ, ഓരോ വിഭാഗങ്ങളും വന്നിട്ട് ഋഷിമാർ തപസ് കറന്നെടുക്കും, ദേവന്മാർ അമൃതം കറന്നെടുക്കും, ഇങ്ങനെ ഓരോന്ന് കറന്നെടുക്കുന്നുണ്ട്. ഔഷധികൾ കറന്നെടുക്കുന്നത്, ധാന്യങ്ങൾ കറന്നെടുക്കണു, ഇങ്ങനെ ഓരോന്നും ഓരോ വിഭാഗക്കാർ, മനുഷ്യർ, ദേവന്മാർ, ഇവരൊക്കെ വന്ന് പൃഥ്വിയിൽ നിന്ന് വേണ്ട. ശരിക്കും നോക്കൂ, നമ്മുടെ അമ്മയാണ് ഭൂമിദേവി. ആ ഭൂമിദേവിയിൽ നിന്ന് ഓരോ റിസോഴ്സസും ഓപ്റ്റിമലി എടുക്കുന്നതിൻ്റെ കഥയാണ് ഈ പറയണത്. ഒരു യഥാർത്ഥ ഭരണാധികാരി റിസോഴ്സസ് കണ്ടെത്തണം, അതിനെ ഓപ്റ്റിമലി യൂസ് ചെയ്യണം, എന്നാലേ രാജ്യത്തിന് ശ്രേയസ് ഉണ്ടാവുള്ളൂ എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലെസനാണ് ശരിക്കും പൃഥുചരിത്രത്തിൽ വരുന്നത്. അതായത് പ്രധാനമായിട്ടും ഗവർണൻസ് എന്താ, ലീഡർഷിപ്പ് എന്താ, അതിൻ്റെ ഒരു ടെക്സ്റ്റ് ബുക്കാണ് പൃഥുചരിത്രം എന്ന് പറയുന്നത്. ഐഡിയൽ ആയിട്ടുള്ളൊരു രാജാവായിരുന്നു പൃഥു. ആ പൃഥുവിൻ്റെ ഏറ്റവും വലിയ ഗുണം, ഒരു രാജാവിന് വേണ്ട ഏറ്റവും വലിയ, അവനവൻ്റെ സുഖത്തിനപ്പുറം ഈശ്വരാർപ്പണമായിട്ട് രാജ്യഭാരം ചെയ്യുക. ജനങ്ങളുടെ, ജീവജാലങ്ങളുടെ, തൻ്റെ രാജ്യത്തുള്ള ഓരോ പുൽക്കൊടിയുടെ പോലും ക്ഷേമം അന്വേഷിക്കുക, അതിന് വേണ്ടത് അറിഞ്ഞ് ചെയ്തു കൊടുക്കുക, അതിനാവശ്യമായിട്ടുള്ള ആരാധന ചെയ്യുക. ഈശ്വരൻ്റെ അനുഗ്രഹവും കൂടെ വേണം, സ്വപ്രയത്നം വേണം, വീരത വേണം, അതേപോലെ ഈശ്വരാനുഗ്രഹം വേണം. ഇത് മൂന്നും തികഞ്ഞ ആളായിരുന്നു പൃഥു എന്ന് പറയുന്നത്. ഈ പൃഥുവും ഭൂമിയും തമ്മിലുള്ള ആ സംവാദം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭരണാധികാരിയും ആ ഭരണപ്രദേശത്തിൻ്റെ പ്രകൃതിയായിട്ടുള്ള സംവാദമാണ് ശരിക്കും. എങ്ങനെയായിരിക്കണം? ഇന്ന് നമ്മുടെ നാട്ടിലില്ലാത്ത പ്രകൃതിക്ഷോഭമൊന്നുമില്ല, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ അവസ്ഥ അത്ര മോശമാണ്, വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. ഒരു യഥാർത്ഥ രാജാവ് എപ്പോഴും ഭൂമിയെ നശിപ്പിക്കാൻ സമ്മതിക്കില്ല. ഞാൻ ഈ കെനിയയിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത്, നാഷണൽ ജോഗ്രാഫിയിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ മാസായി ട്രൈബുകളുണ്ട്. അവർ ഭൂമിയിൽ കൃഷിയില്ല. അവർ പറഞ്ഞത് ഭൂമിയെ കുത്തിമുറിക്കുന്നത് അപരാധമാണെന്ന്. അവർ കൃഷിയില്ല. അവർ സിംഹത്തിനെ കൊന്നാലേ കല്യാണം കഴിക്കാൻ പറ്റില്ല. പക്ഷേ അവരുടെ സിംഹത്തിനെ കൊന്നാൽ അവർക്ക് ലൈസൻസും ഉണ്ട്. അത് കാരണം ഗവൺമെൻറ് ലൈസൻസ്, അവർക്ക് ഒരു സിംഹത്തിനെ കൊല്ലണം, എന്നാലേ പെണ്ണ് കിട്ടുള്ളൂ, ഇല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പറ്റില്ല. അതൊക്കെ അവർ ചെയ്യും. പശുക്കളെ വളർത്തുകയാണ് അവരുടെ ഏറ്റവും വലിയ സമ്പത്ത്. എത്ര പശു ഉണ്ടോ അവരാണ് ഏറ്റവും റിച്ചസ്റ്റ്.
സന്ധ്യ നേരമായി കഴിഞ്ഞാൽ നല്ല രസമാണ്. ശരിക്ക് ഭാഗവതത്തിലൊക്കെ പറയില്ലേ, ഭഗവാനും കൂട്ടുകാരും കൂടെ വൈകുന്നേരം ആകുമ്പോൾ ഇങ്ങനെ കണാന്നൊക്കെ പറഞ്ഞ് സൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് പശുക്കളാ ഗോധൂളി മുഹൂർത്തം എന്ന് പറയും കുളമ്പെന്ന്. അതുപോലെ ഈ ആദിവാസികൾ ഇത്രയും നൂറ്റുകണക്കിന് പശുക്കളെയും കൊണ്ട് ഇങ്ങനെ വരണ കാണാം. ആ ഗോൾഡ് കളർ നേരത്തെ വെളിച്ചത്തിൽ പുൽമേടുകളിൽ കൂടെ ഇങ്ങനെ വരണ കാണാൻ പറ്റും. അവർ ഭൂമിയെ കളക്കില്ല. ഭൂമിയെ അത്രയ്ക്ക് റെസ്പെക്റ്റാണ് അവർക്ക്. അതുകൊണ്ട് ഭൂമിയെ നർച്ചർ ചെയ്യണം. കൃഷിയിടങ്ങൾ ഫലഭൂയിഷ്ടാക്കണം, കനാലുകൾ പണിയണം, ഇറിഗേഷൻ സിസ്റ്റംസ് ഉണ്ടാക്കണം. ഇങ്ങനെ എല്ലാം ചെയ്യും വേണം. എന്നാൽ ഭൂമിയെ ഓവർ എക്സ്പ്ലോയിറ്റ് ചെയ്യാനും പാടില്ല. ഒരേ സ്ഥലത്ത് തന്നെ വീണ്ടും വീണ്ടും കൃഷി ഇറക്കരുത്. ഒരേ സ്ഥലത്ത് വീണ്ടും വീണ്ടും കൃഷി ഇറക്കിയും പുതിയ ന്യൂട്രിയൻസ് അതിൽ വന്ന് ചേരുകയും ചെയ്തില്ലെങ്കിൽ അത് തരിശാവും. കേരളം പോലുള്ള സ്ഥലത്തിൻ്റെ അവസ്ഥ അതാണ്. പുതിയ ആശയങ്ങളൊന്നും വരുന്നില്ല. പഴയ ആശയം വെച്ചിട്ട് വേവിച്ചുകൊണ്ടിരിക്കുന്നു. കൃഷി എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട്. അറിവെന്നും അർത്ഥമുണ്ട്, ഭക്ഷണം എന്നും അർത്ഥമുണ്ട്. അതേപോലെ തന്നെ ഈ അഗ്രികൾച്ചറൽ ഇന്നോവേഷൻ പൃഥുവിൻ്റെ ചരിത്രത്തിൽ ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. അതൊക്കെ ശരിക്കും റിസർച്ച് ചെയ്യണ ആൾക്കാർക്ക് പേപ്പേഴ്സായിട്ട് ചെയ്യാവുന്നതാണ്. അഗ്രികൾച്ചർ ഇന്നോവേഷനെ കുറിച്ചൊക്കെ അനവധി കാര്യങ്ങളുണ്ട്. ഒരു കൃഷി ആയിട്ട് ബന്ധപ്പെട്ട കൃഷിശാസ്ത്രത്തിൻ്റെ മർമ്മം പൃഥുചരിത്രത്തിൽ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും എന്തിനാ ഭാഗവതത്തിൽ കൃഷിശാസ്ത്രം അറിയിക്കുന്നത്? ഇതെല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. സകലത്തിനെയും ഈശ്വരോന്മുഖമാക്കാനുള്ള ശ്രമമാണ്. ഒരു വ്യക്തി അതും ഒരു കൊച്ചുകുട്ടി ഈശ്വരനെ സാക്ഷാത്കരിക്കുന്ന കഥ പറഞ്ഞിട്ട് പിന്നെ പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ അധിപൻ ഈശ്വരനെ സാക്ഷാത്കരിക്കുന്ന കഥയാണ്. കുട്ടി സാക്ഷാത്കരിക്കുന്നത് ഇൻഡിവിജ്വൽ പർപ്പസിനാണ്, സിംഹാസനത്തിൽ നിന്ന് ഇരിക്കാനാണ്. ഇത് ഇരുന്നവൻ സാക്ഷാത്കരിക്കണം എങ്ങനെയാണ്? ജനങ്ങളെ സേവിച്ചിട്ടാണ് സാക്ഷാത്കരിക്കുന്നത്. അപ്പോൾ ജനസേവനവും ഭഗവതോന്മുഖമാക്കിയാൽ മോക്ഷം കിട്ടും. രണ്ട് ചരിത്രങ്ങൾ, അതായത് രണ്ടിലും നിത്യവസ്തുവിനെ ആദരിച്ചു. അനാദരിച്ച കഥ ദക്ഷയാഗത്തിൽ പറഞ്ഞു. ആദരിച്ച കഥ ഇൻഡിവിജ്വൽ ലെവലിൽ, വ്യഷ്ടി ലെവലിൽ, വ്യക്തി ലെവലിൽ ധ്രുവനിൽ പറഞ്ഞു. സമഷ്ടി ലെവലിൽ, സൊസൈറ്റൽ ലെവലിൽ പൃഥുവിലും പറഞ്ഞു. പൃഥുവിന് നമുക്ക് പഠിക്കേണ്ടത് നമ്മുടെ കടമകളും നമ്മുടെ ചുമതലകളും നമ്മൾ എത്ര ഭംഗിയായിട്ട് നിർവഹിക്കണം എന്നുള്ളതാണ്. അതേപോലെ തന്നെ ദയയും നീതിയും എങ്ങനെയാണ് ബാലൻസ് ചെയ്യേണ്ടത്. തെറ്റ് ചെയ്തവനെ കൊല്ലണമെങ്കിൽ കൊന്നിട്ട് തന്നെ പൃഥു പോകുന്നത്. എന്നാൽ ദയ കൊടുക്കേണ്ട സ്ഥലത്ത് ദയ കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ മാതിരി ഹ്യൂമൻ റൈറ്റ്സ് എന്നും പറഞ്ഞിട്ട് ഈ കൊച്ചു കുഞ്ഞുങ്ങളെ ബലാത്സംഗം ചെയ്യുന്നവനെയും അല്ലെങ്കിൽ അനേക ലക്ഷം ആൾക്കാരെ വെടിവെച്ച് കൊല്ലുന്നവനും വേണ്ടിയിട്ട് മൊറവിളി കൂട്ടുന്ന കാലഘട്ടമായിരുന്നില്ല അത്. ജസ്റ്റിസും മേഴ്സിയും, ഹൗ ടു ബാലൻസ് ഇറ്റ് പ്രോപ്പർലി, ഇതൊരു ഭരണാധികാരി അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അത് പൃഥു ചരിത്രത്തിൽ നിന്ന് വ്യക്തമായിട്ട് പഠിക്കാൻ പറ്റും. പിന്നെ ഏത് അധികാരസ്ഥാനത്തിരുന്നാലും ഞാനും നിസ്സാരനായ ഒരു മനുഷ്യനാണെന്നുള്ളൊരു ബോധം ഒരു ഭരണാധികാരിക്ക് ഉണ്ടെങ്കിൽ അവൻ ഓട്ടോമാറ്റിക്കലി ആ ഈശ്വരനായിട്ട് കണക്റ്റഡ് ആയിരിക്കും. തൻ്റെ പ്രജകളും താനും വാസ്തവത്തിൽ എല്ലാം ബ്രഹ്മവസ്തുവാണെന്നുള്ള ബോധമുള്ളവന് ഞാൻ വലുത് ഇവൻ താഴെ എന്നുള്ള ചിന്ത ഉണ്ടാവില്ല. നന്ദനാർ പാടിയ മാതിരി മുപ്പാരും താണ്ടി വന്ന് അപ്പാടെ നിന്നവർക്ക് ഇപ്പാറവൈ കിടയാത് അപ്പാ ഒരു തിരുനടൻ എന്നാണ് പാടിയത്. 3 ലോകങ്ങളെ അതിക്രമിച്ച് വന്ന് നിൽക്കുന്ന നടരാജന് നമ്മൾ മനുഷ്യനെ മാതിരി മറ്റുള്ളവരെ നോക്കിയിട്ട് അവൻ ചെറുത് ഇവൻ ചെറുതെന്ന് പറയില്ല എന്ന്. പൂജയുടെ തന്നെ അടിസ്ഥാനം എന്താ? അർച്ചകൻ തന്നെ ഭഗവാന്റെ തലത്തിലേക്ക് മന്ത്രം കൊണ്ട് ഉയർത്തിയിട്ടാണ് പൂജ കഴിക്കുക. സമന്മാർ തമ്മിലേ പൂജ പാടുള്ളൂ. താഴ്ന്നവൻ മേലെ ഇരിക്കണവനെ പൂജ കഴിക്കാൻ വിധിയില്ല തന്ത്രത്തിൽ. ഏത് പൂജകനും വിഗ്രഹത്തിലെ മൂർത്തിക്ക് ഒപ്പമാക്കിയിട്ട് തന്നെ മന്ത്രം കൊണ്ട് ഉയർത്തിയിട്ടാണ് ആത്മാരാധന എന്ന് പറയും. തിരുമേനിയോട് ചോദിച്ചാൽ പറഞ്ഞുതരും. അങ്ങനെ ചെയ്തിട്ടാണ് സമന്മാരായിട്ടാണ് പൂജ കഴിക്കുന്നത്. പിന്നെ ഏത് പദ്ധതി എടുത്താലും നമ്മുടെയൊക്കെ ഭാഗതയം, നമുക്ക് അവകാശമുള്ള, ഞാൻ ഫസ്റ്റ് ഡേ പറഞ്ഞു നമുക്കൊക്കെ ഒരേ അവകാശമുള്ളൂ, ബാക്കിയൊക്കെ ചുമതലയാണ്, കടമകളാണ്. ഒറ്റ അവകാശം, മോക്ഷത്തിനുള്ള അവകാശം, ഭഗവാന്റെ സാക്ഷാത്കാരത്തിലുള്ള നമ്മുടെ അവകാശം ഭരണാധികാരിയായിട്ടുള്ള പൃഥുവിനും ഒരു കൊച്ചുകുട്ടിയായിട്ടുള്ള ധ്രുവനും ഒരേപോലെയാണ് വരുന്നത്. അപ്പം അനവധി വിഷയങ്ങളുണ്ട്. ശരിക്ക് സസ്റ്റൈനബിൾ ഗവർണൻസിനെ കുറിച്ചിട്ട് നമുക്ക് പേപ്പറുകൾ തന്നെ എഴുതാം. ശരിക്കും സ്വയം പര്യാപ്തമായിട്ടുള്ള ജീവിതക്രമങ്ങൾ എങ്ങനെ ഉണ്ടാക്കണം ഒരു രാജ്യത്ത്, അതേപോലെ തന്നെ ധർമ്മത്തിനെ എങ്ങനെ ഭരണക്രമത്തിലേക്ക് സന്നിവേശിപ്പിക്കണം, എങ്ങനെ ആധ്യാത്മികമായിട്ട് അവനവൻ മാത്രമല്ല തൻ്റെ ജനങ്ങളും വളരണം. ശ്രീരാമൻ എന്താ ചെയ്ത്? എല്ലാവരെയും കൊണ്ടായില്ലേ അവസാനം വൈകുണ്ഠത്തിലേക്ക്. അങ്ങനെ ഒരു രാജാവ് ഉണ്ടായാൽ പിന്നെ അങ്ങനെയല്ലേ സംഭവിക്കുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരാൾ ജനങ്ങളെ മുഴുവൻ കൂട്ടി വൈകുണ്ഠത്തിൽ കൊണ്ടായി, പിന്നെ വന്നൊരു അവതാരം എല്ലാവരും കൊന്നൊടുക്കിയിട്ടാണ് പോയത്. കാലം പോയതിൻ്റെ ധർമ്മത്തിന് വന്ന മാറ്റമാണ്. ഒരു 10,000-12,000 കൊല്ലം കഴിഞ്ഞപ്പോൾ വന്ന വ്യത്യാസമാണ്. 2 അവതാരങ്ങളുടെ ഇടയിലുള്ള ഗ്യാപ്പ് അതാണ്. ഒരു 12,000 ഇയേഴ്സാണ് ഓൾമോസ്റ്റ്. അപ്പോൾ പൃഥുചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് എത്തിക്കൽ ഗവർണൻസിനും പാഠമാണ്. അതേമാതിരി തന്നെ ഒരു കലക്റ്റീവ് സ്പിരിച്വാലിറ്റിക്കും ഏറ്റവും വലിയ ഒരു ലെസനാണ്.
ഇത് രണ്ടും തമ്മിൽ ഒരു ചെറിയൊരു കമ്പാരിസൺ, ഒരു 2-3 സെൻറ്റൻസ് പറഞ്ഞിട്ട് ഞാൻ ഈ ഭാഗം അവസാനിപ്പിക്കാം. പൃഥുവിൻ്റെയും ധ്രുവൻ്റെയും മോട്ടിവേഷൻസ് വെവ്വേറെയാണ്. ധ്രുവന് അച്ഛൻ്റെ മടിയിലിരിക്കണം എന്നുണ്ടായിരുന്നു, പൃഥുവിന് ധർമ്മത്തിനെ പുനഃസ്ഥാപിക്കണം എന്നായിരുന്നു. പക്ഷെ രണ്ടുപേരും ഈശ്വരോന്മുഖമായിട്ട് അവരവരുടെ ജോലി ചെയ്തു. അവസാനം എത്തിച്ചേർന്ന ലക്ഷ്യത നാരായണൻ തന്നെ. അതുകൊണ്ട് എന്തുണ്ടായി, പൃഥു അത് ഒരു പടി കൂടെ ഗംഭീരമായിട്ട് ചെയ്തുകൊണ്ട് പൃഥുവിനെ നമ്മൾ ഭഗവാന്റെ അവതാരമാണെന്നാണ് പറയുന്നത്. ധ്രുവനെ അവതാരമാണെന്ന് പറഞ്ഞിട്ടില്ല. പൃഥു അവതാര സ്വരൂപനായി മാറി. എപ്പോഴും മഹാകാര്യങ്ങൾ ചെയ്യുന്നവരെ ഭഗവാന്റെ അവതാരമായിട്ടാണ് പറയുക. ആണല്ലോ, എല്ലാവരും ഭഗവാന്റെ അവതാരമാണ്. കുറച്ച് എക്സ്ട്രാ പ്രകാശം ഭഗവാന്റെ വരുമ്പോൾ അതിനെ നമ്മൾ അവതാരം എന്ന് ശരിക്കും ഉറച്ചു വിളിക്കും. പിന്നെ രണ്ടുപേരുടെയും പാത്തുകൾ വ്യത്യാസമുണ്ടായിരുന്നു. ധ്രുവൻ ഭക്തിയോഗം വഴിയാണ് പോയത്, കർമ്മയോഗം വഴിയാണ് പൃഥു പോയത്. പൃഥു അവസാന കാലത്താണ് ഭക്തിയോഗവും ജ്ഞാനയോഗവും വൈരാഗ്യവും പ്രാക്ടീസ് ചെയ്യണം. അതും കഴിഞ്ഞ് ഈ എന്താ പറയുക, ധ്രുവനിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ടത് ഭക്തിയുടെ പരിവർത്തന ശക്തിയാണ്, തപസ്സിൻ്റെ പരിവർത്തന ശക്തി, ഭക്തിയോടുകൂടി ചേർന്ന തപസ്. കർദവനും ദേവഹൂതിയും അവിടെ പറഞ്ഞത് ഇവിടെ പ്രാക്ടിക്കലായിട്ട് ധ്രുവനിൽ കാണിച്ചു. പൃഥുവിൽ വരുന്ന സമയത്ത് നിസ്വാർത്ഥമായിട്ടുള്ള അധികാരത്തിൻ്റെ വിനിയോഗം, നിസ്വാർത്ഥമായിട്ടുള്ള അധികാരത്തിൻ്റെ വിനിയോഗം. രാജാവ് ഭൃത്യനാണെന്ന് അത് തെളിയിക്കാനാണ് പുരിയിൽ രാജാവാണ് ഇപ്പോഴും തേരിൽ ചൂലോണ്ട് അടിച്ചു വരിക. ഭഗവാന്റെ തേരടിച്ചു വരുന്നത്, തൂത്തു വരുന്നത് രാജാവാണ്, പുരിയത്തെ രാജാവാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൃഥു ഭഗവാന്റെ ഒരു പ്രതിപുരുഷൻ, ഒരു അംബാസഡർ, ഒരു സ്റ്റെവാർഡായിരുന്നു. ഭൂമിയിലെ റിസോഴ്സസ് ഓപ്റ്റിമമായിട്ട് വേണ്ടത് വേണ്ട പോലെ എല്ലാവർക്കും പകുത്തു കൊടുക്കാൻ വേണ്ടി ഭഗവാൻ നിയോഗിച്ച പ്രതിപുരുഷനായിട്ട് പൃഥു ജീവിച്ചു. വേണമെങ്കിൽ പൃഥുവിന് പറയാം, ഞാൻ ഭഗവാന്റെ ചോസൻ ആളാണ്. പലരും പറയില്ല ഞാൻ ചോസനാണ്, ഞാൻ ഈ രാജ്യത്തിൽ ഇന്ന ഭരണാസ്ഥാനത്ത് വന്നത് ഈശ്വര നിശ്ചയമാണെന്ന് പറയുമ്പോൾ ആ പറയണ ആൾക്ക് അകത്ത് അത് ഭഗവാന്റെ കിങ്കരത്വമാണ് എനിക്ക് എന്നുള്ള ബോധമില്ലെങ്കിൽ കയ്യിൽ നിന്ന് പോയി. ഇത് കൃത്യമായിട്ട് പൃഥുവിൽ നമുക്ക് കാണാൻ സാധിക്കും. അവസാനം എന്താ സംഭവിക്കുന്നത്, രാജ്യം വിടും, ഭാര്യയും കൂട്ടി പോവും കാട്ടിൽ. ഒന്നുമില്ലാണ്ട് ബെയർ മിനിമം റിസോഴ്സസ് വെച്ചിട്ടാണ് ആ മഹാരാജാവ് ജീവിക്കുന്നത്. തപസ് തപസ് തപസ്. അവസാനം ഒരു ദിവസം ഭാര്യ വെള്ളം തിളപ്പിച്ചിട്ടോ പാലോ എന്തോ തിളപ്പിച്ചിട്ട് കൊണ്ടുവരികയാണ്. അത് കഴിക്കാൻ കൊടുക്കാൻ വരുമ്പോൾ ആ മരത്തിൻ്റെ താഴെ ഇങ്ങനെ ചാരിയിരിക്കുന്നുണ്ടാവും. ഭഗവാനിൽ ലയിച്ചു കഴിഞ്ഞിരിക്കുന്നു, ജീവൻ പോയിരിക്കുന്നു പൃഥുവിൻ്റെ. അവർ തന്നെ ചെതകൂട്ടി ഭർത്താവിൻ്റെ ശരീരം അതിൽ വെച്ച് അത് കത്തിച്ച് അതിൽ പ്രവേശിച്ച് അവരും അങ്ങനെ അമ്മയും അച്ഛനെയും പൃഥുവിനെയും അർച്ചിസിനെയും എല്ലാവരും മനസ്സുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിക്കുക, ഗുരുവായൂരപ്പ. അതിനുശേഷം പൃഥുവിൻ്റെ വംശത്തിൽ വരുന്ന പ്രാചീന ബർഹിസിൻ്റെ കഥ പറയണു. ആ പ്രാചീന ബർഹിസിൻ്റെ മക്കളായിട്ടുള്ള പ്രചേതസ്സുകൾക്കാണ് രുദ്രതീർത്ഥത്തിൻ്റെ കരയിൽ വെച്ചിട്ട് ഭഗവാൻ രുദ്രഗീത ഉപദേശിച്ചത്. അത് അടുത്ത ഫൈനൽ സെഷനിൽ അതും ബാക്കി ഋഷഭൻ്റെ അവതാരം വരെയും പറഞ്ഞ് അവസാനിപ്പിക്കാം. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ സർവേശ്വര നാരായണ നാരായണ നാരായണ. സ്വാമീ ശരണമയ്യപ്പ.